ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ വർഷത്തിലും ഇങ്ങനെ ഒരു കൺവെൻഷനെ ദൈവം ദാനമായി നൽകി. കഴിഞ്ഞ 2 ദിവസങ്ങൾ നാം ദൈവസന്നിധിയിലിരിക്കുവാനും വിവിധങ്ങളായ അനുഭവത്തിൽ കർത്താവിൽ കൂടെ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാനും ദൈവത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും ഇടയായി. ഇന്ന് പകൽക്കാലവും നാം ഇത്രത്തോളം ദൈവസന്നിധിയിൽ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഇനി ഒരല്പസമയം കൂടെ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. കർത്താവിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ ജീവനും പ്രത്യാശയും ഒക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. ഇന്ന് പകൽക്കാലത്തെ അല്പസമയ തിരുവചന ധ്യാനത്തിന് വേണ്ടി യൂദായുടെ ലേഖനം 3-ാമത്തെ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യൂദായുടെ ലേഖനം 3-ാമത്തെ വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ അപ്പോസ്തലനായ യൂദാ തന്റെ ലേഖനത്തിൽ പ്രാരംഭം ഇപ്രകാരമാണ് പറയുന്നത്: പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്തു. എന്നാൽ പെട്ടെന്ന് ദൈവാത്മനിയോഗത്താൽ തന്റെ വിഷയം മാറ്റി മറ്റൊരു വിഷയം താൻ ഇവിടെ എഴുതിയതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തായിരുന്നു ആ വിഷയം? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് എങ്ങനെ എന്നുള്ളത് പ്രബോധിപ്പിച്ചെഴുതേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരാത്മനിയോഗം തനിക്ക് ലഭിക്കുകയും തൽഫലമായിട്ട് തന്നിപ്പോൾ അതിനൊത്തവണ്ണം ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഏതാനും ചില വാക്യങ്ങൾ, ഏകദേശം 25 വാക്യങ്ങൾ മാത്രം ഉൾക്കൊണ്ട ഈ ലേഖനത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് വിശുദ്ധന്മാർക്ക് വേണ്ടി ഫലമേൽപ്പിക്കപ്പെട്ടതായൊരു വിശ്വാസമുണ്ട്. എന്നാൽ ഇന്ന് നാം നോക്കുമ്പോൾ പലപ്പോഴും അവിശ്വാസത്തിന് കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. പൊതുവിലുള്ള രക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയും കേൾക്കുവാൻ കഴിയും. എവിടെ പോയാലും രക്ഷയുടെ ദൂത് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് വിശുദ്ധന്മാർക്ക് ഫലമേൽപ്പിക്കപ്പെട്ട ഒരു വലിയ വിലയേറിയ ഒരു വിശ്വാസമുണ്ട്. എന്നാൽ ഒരു കാലത്ത് ആ വിശ്വാസത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് നാം വളരെയധികം ശക്തിയോടെ മുന്നേറിയതായ മാതാപിതാക്കളുടെ പിൻതലമുറകളാണ് നാം ഓരോരുത്തരും. എന്നാൽ ഇന്ന് വിശ്വാസത്തിന് മൂല്യചോഷണം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊരു മടങ്ങിവരവ് ഈ നാളുകളിലെ ആവശ്യമാണ്. ദൈവവചനത്തിന്റെ പിന്നിലും നാം നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പ്രകാരം പറയുന്നു: മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? യേശുക്രിസ്തു ആശങ്ക പ്രകടിപ്പിച്ച ഒരു വിഷയമായിരുന്നു ഇത്. ഇന്ന് നാം നോക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന പലരിലും പേരിനാൽ മാത്രം അറിയപ്പെടുന്ന ഒരു അനുഭവമായി വിശ്വാസത്തിന്റെ അപൂർണത നഷ്ടപ്പെട്ടു പോയിരിക്കും നമുക്ക് കാണുവാൻ കഴിയും. എവിടെയും അവിശ്വാസത്തിന്റെ വാക്കുകൾ, അവിശ്വാസത്തിൻ്റെതായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഇതിനൊരു കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിനനുസരിച്ച് ഓരോ വാക്യങ്ങളും മാറ്റി നാം തന്നെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ ഒരു സഹോദരൻ സാക്ഷി പറഞ്ഞല്ലോ, താനിപ്പോൾ അതിൽ നിന്ന് മാറുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. താനും എടുത്തൊരു വേദഭാഗമുണ്ട്: യേശു ശപിച്ചെങ്കിൽ അത്തി ഉണങ്ങിപ്പോയെങ്കിൽ നമുക്കും കുഴപ്പമില്ലെന്ന്. പക്ഷേ ഇപ്പോൾ തൻ്റെ മനസ്സിനെ ദൈവം മാറ്റി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ ഒരേ ഉറവിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെട്ടു വരുമോ എന്ന് ചോദിക്കുന്നു. ഇല്ല, അതൊരിക്കലും വരാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്നതിന് ഇതുപോലെ ചില കാര്യങ്ങളുണ്ട്. നാം കാലത്തിനനുസരിച്ച്
ഓരോ ശാസ്ത്രലോകം ഉന്നതി പ്രാപിക്കുന്നതിനനുസരിച്ച് നാമും ചിലപ്പോൾ ചില വേദഭാഗങ്ങൾ എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. ചിലപ്പോൾ മദ്യപാനികൾക്കും പറ്റിയതായ കാര്യങ്ങൾ മദ്യപാനികളും എടുത്ത് പറയാറുണ്ട്. അല്പം മദ്യം സേവിച്ചുകൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കുഴപ്പമില്ലെന്ന് അവരും പറയുന്നേ. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ചില മുറിവാക്യങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കാതെ നമുക്കാവശ്യമായി ദൈവരാജ്യത്തിൽ നാം ചെന്നു ചേരുവാൻ ആവശ്യമായ സത്യ ഉപദേശങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ അത് പൂർണ്ണമായിട്ട് പാലിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ട കാലമാണ്. ശത്രുവായ സാത്താൻ ഇന്ന് മുഴുശക്തിയോടെ പ്രവർത്തിക്കുന്നു. അപ്പോസ്തലനായ പത്രോസ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാത്താൻ താനും തനിക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാശക്തിയോടെ അലറുന്ന ഒരു സിംഹം പോലെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. ഒരു സിംഹം അലറിക്കൊണ്ട് വരുമ്പോൾ നാം ആരായാലും ഭയപ്പെട്ടു ഓടിപ്പോകും. എന്നാൽ അലറുന്ന സിംഹത്തിന് സമാനമായി വഞ്ചനാപൂർവ്വം ഇന്ന് ദൈവജനത്തെ പിശാചി വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ദൈവിക പ്രമാണങ്ങളെ വിട്ടിട്ട്, വിശ്വാസ പ്രമാണങ്ങളെ വിട്ട് പലപ്പോഴും നാം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടണം. നാം എല്ലാം സത്യവും അസത്യം, നന്മ തിന്മ ഇവയെല്ലാം തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. പലപ്പോഴും പല വിഷയങ്ങൾ പലരും മുന്നോട്ട് വയ്ക്കുമ്പോൾ, പെന്തക്കോസ്തുകാർ തന്നെ ചിലപ്പോൾ ചില വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ TPM വിശ്വാസികൾക്ക് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ചില വിഷയങ്ങൾ വാട്സപ്പിലൊക്കെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചില സംശയങ്ങൾ വരാറുണ്ട്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ അവരുടെ മധ്യത്തിൻ്റെ ചിലരൊക്കെ മറുപടി പറയുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അതിനേക്കാൾ ഉപരിയായിട്ട് നാം ദൈവസന്നിധിയിലിരുന്ന് ചിലത് പ്രാപിക്കുകയാണ്. ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കണം, ദൈവത്തിൻ്റെ ഉപദേശം നാം സ്വീകരിക്കണം, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കണം, ദൈവകൃപ നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കണം. ഇല്ല എങ്കിൽ ഈ അലറുന്ന സിംഹം പോലെ വരുന്ന പിശാച്, അല്ലെങ്കിൽ പല വ്യക്തികൾക്ക് മുഖാന്തരം ഇങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ മുഖാന്തരം നമ്മുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അന്ത്യകാല ദൂത് പോലെ ഇവിടെ സത്യവേദ പുസ്തകത്തിലെ അവസാന പുസ്തകങ്ങളോട് അടുക്കുമ്പോൾ ഒരേ ഒരു അധ്യായം എന്ന് പറയാൻ പറ്റത്തില്ല, 25 വാക്യങ്ങൾ അടങ്ങിയ ഒരു ഭാഗം അപ്പോസ്തലനായ യൂദാ ലേഖനമായി എഴുതി വെച്ച് താൻ ആഗ്രഹിച്ച് തനിക്കൊരാഗ്രഹം, ഒരു ലേഖനം എഴുതണമെന്ന് ആഗ്രഹം കൊണ്ടായിരിക്കാം താൻ അതിനുവേണ്ടി പരിശ്രമം ചെയ്തു എന്നാണ് വായിക്കുന്നു. എന്തിനു വേണ്ടി ആഗ്രഹിച്ചു? ലളിതമായൊരു വിഷയം എടുത്തുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, എല്ലാവരും കൈകളടിക്കും നല്ലതാണെന്നൊക്കെ പറയും. പക്ഷേ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ താനും ആ വിഷയം എടുത്ത് പൊതുവിലുള്ള ഒരു രക്ഷ, ആർക്കും കുഴപ്പമില്ലാതെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ, വലിയ കേടുകളൊന്നും സംഭവിക്കാതെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകാൻ അതൊക്കെ നല്ലതാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രയത്നം ചെയ്യുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗം തനിക്ക് ലഭിച്ചില്ല. നീ അതല്ല എഴുതേണ്ടത്. നീ എഴുതേണ്ടത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് വേണ്ടി എങ്ങനെ പോരാടണം എന്നുള്ളത് എഴുതുവാൻ പറഞ്ഞു. അതിന് പ്രകാരം തൻ്റെ അന്തരാത്മാവിൽ ഉയർന്നു പൊങ്ങിയ ചിലരെ കുറിച്ച് താൻ എടുത്തെഴുതി. ചിലരുടെ നടപ്പ്, ചിലരുടെ ആഗ്രഹങ്ങൾ, കയ്യിൻ്റെ വഴി, ബിലയാമിൻ്റെ ഉപദേശം, ബിലയാം എന്തിനു വേണ്ടിയാണ് ഉപദേശം കൊടുത്തതെന്നൊക്കെ അവിടെ എടുത്ത് താഴോട്ടുള്ള വേദഭാഗങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. കയ്യിൻ്റെ വഴി എന്ന് പറഞ്ഞ് തന്നെ കൊണ്ട് നയിച്ചത് കൊലപാതകത്തിലേക്കായി. തൻ്റെ സ്വന്തം സഹോദരനെ തന്നെ കൊല ചെയ്തുകൊണ്ട് തൻ്റെ ആ വഴി യാത്ര, വയലിലേക്കുള്ള യാത്ര, മടങ്ങി സഹോദരനുമായി കടന്നുപോയി. പക്ഷെ മടങ്ങി വന്നപ്പോൾ സഹോദരനില്ല. സഹോദരന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പക്ഷേ താൻ വിചാരിച്ചു ഇനി സഹോദരൻ ഇല്ലല്ലോ, രക്ഷപ്പെട്ടു എന്ന് കരുതി. പക്ഷേ താൻ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. സകലത്തെയും കാണുന്ന ഒരു ദൈവം ഉയരത്തിൽ നിന്ന് കണ്ടവൻ ഇപ്പോൾ വിളിച്ചു ചോദിച്ചു, കയ്യിനെ, നിന്റെ സഹോദരൻ എവിടെ? ഇപ്പോൾ താൻ മറുപടി പറഞ്ഞു, ഞാൻ അവന്റെ കാവൽക്കാരനൊന്നുമല്ല എന്ന് പറഞ്ഞ് തൻ്റെ ന്യായത്തിനനുസരിച്ച്, തൻ്റെ ഹൃദയക്കാഠിന്യത്തിനനുസരിച്ച്
ഒരു മറുപടി പറഞ്ഞെങ്കിലും ദൈവത്തിന് മുന്നിൽ തനിക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ മുന്നിൽ താൻ അവിടെ നിന്ന് അങ്ങനെ നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, നിന്റെ സഹോദരന്റെ രക്തം ഇപ്പോൾ എന്നോട് നിലവിളിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് സഹോദരന്റെ രക്തം നിലവിളിച്ചത്? തന്നെ ഈ അവസ്ഥയിൽ ഭൂമിയിൽ നീക്കിക്കളഞ്ഞവനോട് പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു നിലവിളി. അപ്പോൾ പുതിയ നിയമത്തിൽ എടുത്തെഴുതി, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം അത് യേശുവിന്റെ രക്തമാണ്. ഹാബേലിന്റെ രക്തം എന്തിനു വേണ്ടി നിലവിളിക്കുന്നു? പ്രതികാര വാഞ്ചയോടുകൂടെ. എന്നാൽ യേശുവിന്റെ രക്തം ക്ഷമിക്കുന്ന സ്വഭാവത്തിൽ നിലവിളിക്കുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ആ നിലവിളി ഉയരത്തിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം കയ്യനോട് പറഞ്ഞു, നീ ഇപ്പോൾ നിന്റെ സഹോദരന്റെ രക്തം ഏറ്റുകൊള്ളുവാൻ വാങ്ങിയതായി ഭൂമി വിട്ട് ഈ ദേശം വിട്ട് നീ പോകണം. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് നിലവിളിച്ചു, ദൈവമേ, നീ ഇന്ന് നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയാൽ എന്നെ കാണുന്നവർ കൊല്ലും. ഒരു ഭയമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മനുഷ്യൻ പാപിയായി തീരുമ്പോൾ, ദൈവസന്നിധി വിട്ട് ഓടേണ്ടി വരുമ്പോൾ അവന് ഉള്ളിൽ ഉദിക്കുന്നത് ഒരു ഭയമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടോ? ഒരു കാലത്ത് പറഞ്ഞു, രോഗത്തെ ഞാൻ ഭയപ്പെടുന്നില്ല, മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണത്തിന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി വിശ്വാസികൾ ശക്തരായി തന്നെ തല ഉയർത്തി പിടിച്ചു നിന്നിരുന്നു. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയം ബാധിച്ചിരിക്കുന്ന വിശ്വാസികളുടെ ഇടയിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ എന്ത്? ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ അവസ്ഥ ഏത് അവസ്ഥയിലിരിക്കുന്നു എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ കർത്താവിന്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. നമ്മെ നടത്തുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ, നമ്മുടെ രോഗങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. എന്നാൽ ഈ ദൈവത്തിന്റെ മുൻപിൽ നാം വിശുദ്ധരായി ഇന്ന് ജീവിക്കുകയാണ്. നാം ഇപ്പോൾ ദൈവമക്കളാണ്. ഒരു കാലത്ത് നാം ദൈവമക്കളായിരുന്നില്ല. ഒരു കാലത്ത് നാം അന്യരായിരുന്നു. ഒരു കാലത്ത് ദൈവവുമായിട്ട് സംസർഗമില്ലാത്തവരായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ഒരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് 10-ാം അധ്യായത്തിൽ. ഒരു ദിവസം പത്രോസ് തന്റെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് തന്റെ ഭവനത്തിലേക്ക്, അവർ വസിക്കുന്ന ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നു. പക്ഷെ തനിക്ക് വളരെയധികം വിശപ്പ് തോന്നി. പക്ഷേ ഭക്ഷണം തയ്യാറായില്ല. താൻ ആ സമയത്ത് താൻ അല്പസമയം പ്രാർത്ഥിക്കുവാനായിട്ട് തന്റെ മുഴങ്കാലുകളെ മടക്കി. 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അവിടെ പത്രോസ് ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ദർശനം കാണുകയാണ്. ആത്മവിവശതയിൽ ആ ദർശനം തനിക്കുണ്ടായി. പ്രാർത്ഥിക്കുവാനിരുന്നു, അല്പം മയക്കം സംഭവിച്ചു. ആ മയക്കം എന്ന് പറയുന്നത് വിവശതയാണ്. ഇന്നൊക്കെ നമ്മൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ചിലരൊക്കെ മയങ്ങിപ്പോകാറുണ്ട്. പക്ഷെ അതിൽ ചിലപ്പോൾ ചിലർക്ക് ദർശനം കിട്ടും, ചിലർക്ക് ദർശനം കിട്ടത്തില്ല, ഗാഢനിദ്രയിലോട്ട് വീഴും. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ച് ഗാഢനിദ്രയിൽ വീഴരുത്. ഒരിക്കൽ അബ്രഹാം ഗാഢനിദ്രയിൽ വീണപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഇറങ്ങി വന്ന റാഞ്ചൻ പക്ഷിയായിരുന്നു. അനുഗ്രഹം പ്രാപിക്കുന്നതിന് പകരം ശാപത്തിന്റെ വാക്കുകൾ അവൻ കേൾക്കുവാനിടയായി. എന്നാൽ ഇവിടെ പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്നൊരു ആത്മവിശുദ്ധ ഒന്നു, താനൊരു ദർശനം കണ്ടു. എന്തായിരുന്നു ദർശനം? ആകാശത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു തുപ്പട്ടി. വായിക്കാം. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധമായ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ കൽപ്പന പത്രോസിന് നേരെ വരിക, പത്രോസെ എഴുന്നേറ്റ് അറുത്ത് തിന്നുക. എന്നാൽ അവരുടെ പ്രമാണം അനുവദിക്കുന്നില്ല. ഇഴജാതി, നാൽക്കാലി പറവുകൾ ഇതൊന്നും അറുത്ത് ഭക്ഷിക്കുവാൻ അനുവാദമില്ല. ദൈവത്തോട് തന്നെ ദർശനത്തിൽ താൻ പറയുകയാ, ഇല്ല കർത്താവേ, ഇത് അശുദ്ധമാണ്, ഇത് അരുതാത്തതാണ്, ഇതെനിക്ക് ഭക്ഷിപ്പാൻ ഇപ്പോൾ അനുവാദമില്ല. അപ്പോൾ ദൈവത്തിന്റെ വാക്ക് മുഴങ്ങി, ദൈവം വിശുദ്ധീകരിച്ചതിനെ അശുദ്ധനെന്ന് നീ പറയരുത്. തുടർന്നൊക്കെ നിങ്ങൾ വേദഭാഗം വായിച്ചാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുപരിചിതമായൊരു ഭാഗമാണല്ലോ ഇത്. തുടർന്ന് എന്താണ് സംഭവിച്ചത്?
തന്നെ അയച്ചത് കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്കായിരുന്നു. അപ്പോൾ താൻ സ്വപ്നത്തിൽ കണ്ട ഇഴജാതി ആരായിരുന്നു? ഈ കൊർന്നല്യോസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ജാതീയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ ദൈവത്തെ ആരാധിപ്പാൻ യോഗ്യതയില്ലാത്തവൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്നവരാരും ദൈവത്തെ ആരാധിപ്പാൻ യോഗ്യതയുള്ളവരായിരുന്നു. അവർക്ക് മാത്രമേ അവകാശമുണ്ട്. അബ്രഹാമിന്റെ സന്തതിയിൽപ്പെട്ട 12 ഗോത്രങ്ങളുടെ അവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിപ്പാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇതാ 4 കോണും കെട്ടപ്പെട്ട് ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു തുപ്പട്ടി, അതിനകത്ത് ഇടജാതി, പറവജാതി, മൃഗജാലം ഇതെല്ലാം കൊണ്ട് നിറയപ്പെട്ട ഒരു പെട്ടിയാൽ ആ പെട്ടിക്കകത്തെ ഓരോ ഇഴജാതിയിൽപ്പെട്ടവരാണ് നാം ഓരോരുത്തർ. അല്ലെങ്കിൽ ചിലപ്പോൾ മൃഗങ്ങളൊക്കെയോ അല്ലെങ്കിൽ പറവജാതി അശുദ്ധമായതായിരുന്നു. എന്നാൽ ഈ അശുദ്ധമായതിനെ വിശുദ്ധമാക്കി തീർത്ത് ദൈവമക്കളാക്കി തീർത്ത് ദൈവത്തിന്റെ ഭവനത്തിൽ വരുവാൻ, ദൈവത്തിന്റെ ദൈവരാജ്യത്തിൽ അവകാശം പ്രാപിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഈ ഒരു അവസ്ഥയിലായിരുന്നു. നാം അശുദ്ധരായിരുന്നു. ദൈവത്തെ ആരാധിപ്പാൻ യോഗ്യതയില്ലാത്തവരായിരുന്നു. ദൈവമേ എന്ന് വിളിക്കാൻ, ഈ ദൈവത്തെ വിളിക്കുവാൻ നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. പക്ഷേ ദൈവം നമ്മെ യോഗ്യരാക്കി തീർത്ത ദൈവത്തിന്റെ മഹാസ്നേഹം എത്രയോ വലിയതാണ്. ആ സ്നേഹത്തെ ഓർത്ത് ഈ ദൈവത്തെ നാം എപ്പോഴും വിശ്വസിച്ചു കൊള്ളണം. ഈ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരോട് ദൈവത്തിൻ്റെ ഒരു വാക്ക് എപ്പോഴും പറയുവാനുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനായിരുന്നു അബ്രഹാം. അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം ഒരു ദിവസം പറയുന്നു, നീ നിന്റെ ദേശത്തെയും വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, പിതൃഭവനത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. അങ്ങനെ അവൻ പുറപ്പെട്ടു വന്നു. ദൈവം തന്നെ വഴി നടത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ദിവസം 17-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യം തുടങ്ങി വായിക്കുമ്പോൾ ദൈവം തന്നോട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവം, നീ എൻ്റെ മുൻപാകെ നിഷ്കളങ്കനായി നടന്നുകൊള്ളണം. അപ്പോൾ ദൈവത്തിൽ താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സർവശക്തിയുള്ള ദൈവം, നീ എൻ്റെ മുൻപാകെ നിഷ്കളങ്കനായി നടകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനോട് ദൈവം ഈ വാക്കുകൾ പറയുവാനിടയായി. ലേവ്യ പുസ്തകം 11-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവരോട് പറഞ്ഞ, ഇസ്രായേൽ ജനം എന്ന് പറയുമ്പോൾ അവർ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. അവർ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ദൈവം എപ്പോഴും പറയും, ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ തലമുറയെല്ലാം ആരുടേതാണ്? ദൈവത്തിന് സ്വന്തമാണ്. ഈ സ്വന്തമായ ജനത്തെ ഇപ്പോൾ ദൈവം വഴി നടത്തിക്കൊണ്ടുവരുന്നു. ഇവർക്ക് പ്രമാണങ്ങൾ കൊടുത്തു, കൽപ്പനകൾ കൊടുത്തു. ദൈവം അവരെ നടത്തി ആലയത്തിന്റെ ക്രമീകരണങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർ ആരാധിക്കുവാൻ തുടങ്ങി. അപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യം 11-ാം അധ്യായം ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകും, ഞാൻ വിശുദ്ധനാണ്, ആകയാൽ നിങ്ങളും എങ്ങനെ ജീവിക്കണം? വിശുദ്ധരായി ജീവിക്കണം. വേദഭാഗം ഒന്ന് വായിക്കാം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ വിശുദ്ധനാണ്, ആകയാൽ നിങ്ങളും വിശുദ്ധരായി ജീവിക്കണം. പക്ഷേ നാം ജീവിക്കുന്ന ലോകം അശുദ്ധമായ ലോകമാണ്. നമ്മുടെ ശരീരം അശുദ്ധി കൊണ്ട് നിറഞ്ഞതാണ്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഭക്തനായ പൗലോസ് നിലവിളിക്കുക. എന്താ തന്റെ നിലവിളി? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഞാൻ നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ, ആഗ്രഹിക്കാത്ത തിന്മ എന്നിൽ നിന്ന് പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നറിയാതെ താൻ നിലവിളിക്കുക. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാണ്. കാരണം തനിക്കൊരു ദൈവിക ദർശനം ലഭിച്ചു. താൻ അന്ന് വരെയും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പറഞ്ഞില്ല. താൻ വലിയ കഴിവുള്ളവനാണെന്നും വലിയ സമ്പന്നനാണെന്നും ഗമാലിയേലിന്റെ കാൽ കീഴിലിരുന്ന് ന്യായപ്രമാണം പഠിച്ചവനെന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടുകൂടെ തന്നെ സഹായിപ്പാൻ ഭരണാധികാരികളുണ്ടെന്നും മഹാപുരോഹിതന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടുകൂടെ നിന്നവൻ ഇപ്പോൾ ഇതാ ദൈവത്തിന്റെ വചനം തന്റെ ഉള്ളിൽ വരേണ്ടിയതുപോലെ വന്നപ്പോൾ, ദൈവത്തിന്റെ വചനം അറിയേണ്ടതുപോലെ താൻ അറിഞ്ഞപ്പോൾ താൻ നിലവിളിക്കുകയാണ്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. താൻ നോക്കി തന്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്,
എനിക്ക് നന്മ ചെയ്യുവാൻ ആശയുണ്ട്, പക്ഷെ ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. കാരണം താൻ അവിടെ എന്താണ് പറയുന്നത്? തിന്മ എന്നൊരു പ്രമാണം എവിടെയുണ്ട്? എന്റെ ശരീരത്തിൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം ഞാൻ കാണും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ജനിച്ച് തിന്മയിൽ തന്നെയാണ് ജനിച്ചത്. പാപത്തിൽ തന്നെയാണ് നാം എല്ലാവരും ജനിച്ചത്. പാപത്തിൽ നാം വളർന്നു. ജന്മപാപം, കർമ്മപാപം, ഈ രണ്ട് വിധമായ പാപത്തിന് അടിമകളാണ്. പാപത്തിന്റെ ശക്തി എവിടെയുണ്ട്? നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ചിലപ്പോൾ ദൈവം വഴിയൊക്കെ വിട്ട് ചില കാര്യങ്ങൾ ചിലപ്പോൾ സംസാരിച്ചു പോകുന്നതും, പെട്ടെന്ന് കോപം വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംസാരിച്ചു പോകുന്നത്. നമ്മളെല്ലാവരും നല്ലവരാണ്, നമ്മളെല്ലാവരും ശാന്തരാണ്. ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും കുഞ്ഞാടുകളെ പോലെ ഇരിക്കുക. പിന്നെ ചില വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ആരാന്നറിയുന്നത്. ഒരു പാമ്പ് ഓടിപ്പോകുമ്പോൾ അത് എത്ര മനോഹരമായിട്ടാണ് പോകുന്നത്. ആരെയും ഉപദ്രവിക്കത്തില്ല, എത്ര സമയം വേണമെങ്കിൽ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആരെയും ഉപദ്രവിക്കത്തില്ല. ഞങ്ങളുടെ കൊട്ടാര ഫെയ്ത്തമിൻ്റെ അടുത്ത് കഴിഞ്ഞ കൺവെൻഷന് മുമ്പായിട്ട് ആ പുല്ല് വെട്ടുന്ന സമയത്ത് അവിടെ പുല്ല് വെട്ടുന്ന സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് പാമ്പ് വന്നു. പാമ്പ് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കാണും. എന്നിട്ട് പാമ്പ് വന്നു പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇതിങ്ങനെ നിൽക്കുക, ഒരു അനക്കമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങ് പോയി, ശാന്തനായിട്ട് അങ്ങ് പോയി. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കല്ലെടുത്തിട്ട് നോക്കണം, അവർ ആന ആരാണെന്ന് അറിയണമെങ്കിൽ. കല്ലതിൻ്റെ പുറത്ത് വീഴുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തല ഉയർത്തിയിട്ട് ഞാൻ ആരാണെന്ന് അവൻ പറയും. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ പാപത്തിന്റെ സ്വഭാവം. സാഹചര്യം വരുമ്പോൾ, സന്ദർഭം വരുമ്പോഴാണ് ഉയർന്നു പൊങ്ങുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം ജാഗ്രതയുള്ളവരായിരിക്കണം. നാം ഏത് സമയത്തിലും കഷ്ടത അല്ലെങ്കിൽ തിന്മയാകുന്ന പ്രമാണത്തിനിടം കൊടുക്കാതെ നാം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. എന്നെ വീണ്ടെടുത്തൊരു യേശുവുണ്ട്. എൻ്റെ യേശു എൻ്റെ പാപത്തിന് വേണ്ടി തൻ്റെ കൈകളിൽ ആണികൾ തറയ്ക്കപ്പെട്ടു, കാലുകൾ ആണിയിട്ടാൽ തറയ്ക്കപ്പെട്ടു, ശരീരമാസകലം അവൻ തകർക്കപ്പെട്ടു. എൻ്റെ യേശു എനിക്ക് വേണ്ടി രക്തം ചിന്തി വീണ്ടെടുത്തതാണ്. എനിക്ക് വേണ്ടി വില കൊടുത്തത് യേശുവിൻ്റെ രക്തമാണ്. ഇനി ഞാൻ ആകാത്തതൊന്നും എൻ്റെ വായിൽ ഉച്ചരിക്കുവാൻ പാടില്ല, എനിക്ക് ആകാത്തതൊന്നും ഞാൻ ഇനി പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു ചിന്തയും ഒരു ദൈവ ഭയവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പലപ്പോഴും നമ്മിലുണ്ടാകുന്ന എന്താണെന്നറിയാമോ? ദൈവഭയം നമ്മിൽ നിന്ന് അകന്നു പോവുക, മനുഷ്യ ശങ്കയും നഷ്ടപ്പെട്ടു പോവുക. അതിനെ അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ന്യായാധിപനായിരുന്നു, സാധാരണ മനുഷ്യനിലായിരുന്നു. പക്ഷെ ഒരു വിധവ വന്നിട്ട് പലപ്പോഴും തൻ്റെ ഒരു പ്രശ്നം പറഞ്ഞ് ഈ മനുഷ്യനെ, ഈ ന്യായാധിപനെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം താൻ പറയുകയാണ്, എനിക്ക് ദൈവത്തെ ഭയവുമില്ല, മനുഷ്യന് ശങ്കയുമില്ല. പക്ഷേ ഈ വിധവ ഇങ്ങനെ അസഹ്യപ്പെടുത്തുകയാണ്. ഞാൻ ഇതിന് പ്രതിക്രിയ നടത്തി രക്ഷിച്ചില്ലെങ്കിൽ ഈ വിധവയായ ഈ സ്ത്രീ, സാധുവായ സ്ത്രീ ഒരു ദിവസം വന്ന് എനിക്ക് ദ്രോഹമായി തീരും, എന്റെ ചെകിട്ടത്തടിക്കാൻ ഇടവരും. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് അവിടെ താൻ സാഷ്ടാംഗം സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരു ദൈവ ഭയം വേണം. എന്നെ കാണുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്, എന്നെ കാണുന്ന മനുഷ്യർ ഭൂമിയിലുണ്ട്. ഇന്ന് പലപ്പോഴും ചിലപ്പോൾ ചിലർക്കൊക്കെ മനുഷ്യഭയമുണ്ട്, മനുഷ്യനെ കുറിച്ച് ശങ്കയുണ്ട്. ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഭവന സന്ദർശനത്തിന് വീടുകളിൽ ചെല്ലുമ്പോൾ ചിലരൊക്കെ നെട്ടോട്ട് ഓടാറുണ്ട്. എപ്പോഴാണെന്നറിയാമോ? വീട്ടിൽ TV ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് നല്ല സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കോളിംഗ് ബെല്ലടിച്ചിട്ട് സ്തോത്രം പറയുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒറ്റ ഓട്ടം. എന്തിനാണെന്നറിയാമോ? റിമോട്ട് എടുത്ത് ഇതൊന്ന് ഓഫ് ചെയ്യാൻ. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ക്രമീകരിച്ചിട്ട് മാത്രമേ വരത്തുള്ളൂ. മനുഷ്യ ശങ്കയുണ്ട്. പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്നു. ആ ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഈ ദുഷ്ടതയേറിയ ലോകത്തിലും പാപത്തിൽ അധിവസിക്കുന്ന ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഒരു വിശുദ്ധമായൊരു ജീവിതം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ആകയാൽ നമുക്ക് ദൈവഭയത്തോടെ ജീവിക്കാം. നമ്മെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു അനുഭവം, വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു രാജ്യമുണ്ട്. അത് വിശുദ്ധിയുടെ രാജ്യമാണ്. ആ രാജ്യത്തിൽ പാപമില്ലാത്ത രാജ്യമാണ്. ഇന്ന് മനുഷ്യർ പലപ്പോഴും ആയിത്തീരുന്ന അനുഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരു അനുഭവം ആ രാജ്യത്തിലുണ്ട്. ആ രാജ്യത്തിൽ നാം പോയി എന്ത് ചെയ്യണം? കർത്താവിനോടുകൂടെ ഇരിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കർത്താവിൽ ഒരു വിശ്വാസമൊക്കെ ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവത്തിന്റെ തിരുവചനങ്ങൾ സമയങ്ങളിൽ ദൈവം നമുക്ക് തരുന്നുണ്ട്. ഈ ദൈവത്തിന്റെ തിരുവചനങ്ങളെ നാം സ്വീകരിച്ചുകൊണ്ട് നാം വിശുദ്ധരായി തീരണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിന്റെ 39-40 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഈ ജനത്തോട് പറഞ്ഞു, എന്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കും. ഒന്നാമത്തെ ദൈവം പറഞ്ഞു, ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായി ജീവിക്കണം. അടുത്തതായിട്ട് സംഖ്യാപുസ്തകത്തിൽ എഴുതി വായിക്കാം, നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിന് തോന്നിവണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകമായിരിക്കണം. ആ പൊടിപ്പ് ജ്ഞാപകമായിരിക്കണം. അടുത്ത, നിങ്ങൾ എന്റെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കേണ്ടതിന് നിങ്ങൾ എന്റെ കൽപ്പനകളെ ഓർത്ത് അനുസരിച്ച് നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ഇതാര് പറഞ്ഞതാ? ഒരു പൊടിപ്പ് തൊങ്ങലായിട്ട് വെച്ചോളാൻ പറഞ്ഞു. എന്തായി പൊടിപ്പ്? ഇന്ന് പെന്തക്കോസ്തുകാരാരാ പെന്തക്കോസ്തുകാരല്ലാത്തവരാരാന്ന് അറിയാൻ പറ്റാത്തൊരു കാലമാണ്. ചിലരുടെ ഹെയർ സ്റ്റൈല്, ചിലരുടെ വസ്ത്രധാരണം, ഇത് കണ്ടാൽ പെന്തക്കോസ്തുകാരാന്ന് പോലും അറിയത്തില്ല. ഞായറാഴ്ച സഭായത്തിന് പോയാൽ പോലും ഒരു ബൈബിൾ പോലും കൊണ്ടുപോകാതെ, ചിലപ്പോൾ ഇന്ന് ചിലരൊക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണ്. പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെടരുത്. സാത്താന്റെ വഞ്ചനയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കും മൊബൈൽ ഫോണിൽ ബൈബിൾ ഉണ്ട്, സത്യമാണ്. എന്നാൽ നിങ്ങളുടെ ആയുധമായ സത്യവേദ പുസ്തകം നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. ആരാധനയ്ക്കായി പോകുമ്പോൾ എന്ത് കാണണം? മറ്റുള്ളവരറിയണം നാം ദൈവത്തെ ആരാധിക്കാൻ പോവുക. ലോകത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ, ഉദ്യോഗത്തിന് പോകുമ്പോൾ ദൈവമക്കളാണെന്ന് അറിയണം. ഇല്ലാതെ ലോകത്തിലെ മനുഷ്യർ കാണിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വേഷഭൂഷാദികൾ മാറ്റിക്കൊണ്ട് നാം പോയാൽ ദൈവം ആരാണെന്ന് അറിയത്തില്ല. ഇന്ന് ചിലപ്പോൾ ചിലരൊക്കെ അവിടെയും മാന്യരായിരിക്കും, ദൈവത്തിന്റെ ആലയത്തിലും മാന്യരാ. ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഒരു സമ്മിശ്രമായ ജീവിതം. അതായത് 2 തോണിയിൽ കാല് വയ്ക്കുന്നത് പോലെ. 2 തോണിയിൽ കാല് വെച്ചാൽ എന്ത് ചെയ്യും? ഒരു ദിവസം തോണി അകലുമ്പോൾ എവിടെ വീഴും? നടുക്കും വെള്ളത്തിൽ വീഴും. ആഴക്കടലിൽ വീണ് എന്ത് ചെയ്യും? മുങ്ങി ചത്തുപോകും. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇത് വേർപെടുത്തുന്ന ഒരു അനുഭവമുണ്ട്. അന്നെന്തായിരിക്കും സംഭവിക്കുക? ആത്മാവിന് രക്ഷയില്ലാതെ പാതാളത്തിലോട്ട് കടന്നു പോകും. പ്രിയമുള്ളവരെ, നാം സത്യം അറിഞ്ഞിട്ട് ആരും വഞ്ചിക്കപ്പെടരുത്. അതുകൊണ്ട് ഈ ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രത്തിന്റെ ആ തൊങ്ങലിൽ ഒരു പൊടിപ്പ് അടയാളമായിട്ട് വെച്ചോളാം. നിങ്ങൾ ആരെന്നറിയാൻ? ഒരു ഇസ്രായേലിൽ നിന്നറിയാൻ. അതുപോലെ പെന്തക്കോസ്തുകാരെന്നറിയാൻ. നമ്മെ കാണുമ്പോൾ അറിയണം, നമ്മുടെ മുഖത്ത് ആ ഒരു തേജസ് ഉണ്ടാകണം. പെന്തക്കോസ്തുകാർക്ക് തേജസ് ഉണ്ടോ? ഇല്ലേ? പെന്തക്കോസ്തുകാർക്ക് ഒരു തേജസ്സുണ്ട്. നമ്മൾ മനോരമ പത്രത്തിലെ ചരമവാർത്തയുടെ പേജ് എടുത്താൽ മതി. ദൈവത്തിന് സ്തോത്രം. ചിലവരുടെ ആ ഫോട്ടോ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കറിയാം പെന്തക്കോസ്തുകാരുടെ മുഖം കാണുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് കാണുമ്പോൾ അറിയാം. അവിടേക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധ പതിക്കാറുണ്ട്. വായിച്ചു നോക്കും. അപ്പോൾ അവിടെ ഒരു വിശ്വാസിയാണ് മരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനാണ് മരിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കാണുമ്പോൾ ഒരനുഭവമുണ്ട്. നമ്മൾ ആരുടെ കൂടെ? വിശുദ്ധന്മാരോട് കൂടെ ചേർന്നിരിക്കുന്നു. ദൈവത്തോട് ചേർന്ന് ആ വിശുദ്ധന്മാരോട് കൂടെ വസിച്ച് ദൈവത്തിന്റെ ആലയത്തിന്റെ ആ സന്തോഷം അനുഭവിക്കുമ്പോൾ നമ്മുടെ മുഖം കാണുമ്പോൾ അറിയാം, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അറിയാം ഒരു വിശ്വാസിയാണ്. ഒരിക്കലും ഒരു വിശ്വാസി ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്, സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. ട്രഷറിയിൽ പൈസ എടുക്കാൻ പോയി, മറ്റുള്ള എല്ലാവരും ശമ്പളം മേടിക്കാൻ വേണ്ടി ഇവർ പോയപ്പോൾ ഒരു ഹൈന്ദവ സഹോദരി ഓടിയിട്ട് വന്നിട്ട് ചോദിച്ചു, നിങ്ങളൊരു വിശ്വാസിയാണോ? പെന്തക്കോസ്തുകാരിയാണോ? താൻ വളരെയധികം ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. താൻ ചോദിച്ചു, നിങ്ങളൊരു പെന്തക്കോസ്തുകാരിയാണ്? അതെ, പെന്തക്കോസ്തുകാരി. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. എന്തായിരുന്നു കാരണം? തന്നെ കണ്ടപ്പോൾ ആ സഹോദരിക്ക് മനസ്സിലായി, ആ സ്ത്രീക്ക് മനസ്സിലായി ഇവരൊരു ദൈവ പൈതലാണ്. തന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥന ചോദിച്ചു. താൻ ഫെയ്ത്ത് ഹോമിലോട്ട് വിളിച്ചുകൊണ്ട് വന്നു, സുവിശേഷം പറഞ്ഞു കൊടുത്തു. ഇന്ന് ആ കുടുംബം വിശ്വാസികളാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താ? അവരുടെ നടപ്പ്, അവരുടെ പ്രവർത്തനം, അവരുടെ മുഖമൊക്കെ കണ്ടപ്പോൾ തോന്നി ഒരു ദൈവ പൈതലാണ്. നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കണം, വരും ജീവിക്കുന്ന ദൈവ മകളാണ്, ദൈവമകനാണ്. ഇത് മനസ്സിലാക്കി ആ ഒരു അനുഭവത്തിൽ ഒരു ജീവിതം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഇടയാകണം. ഇവിടെ പറയുന്നു, ഒരു തൊങ്ങൽ നിനക്ക് അടയാളമായിരിക്കണം. അങ്ങനെ ഒന്നുകൂടെ വായിക്കാം. അടുത്ത വാക്യം, 40-ാമത്തെ വാക്യം. നിങ്ങൾ എന്റെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾ എങ്ങനെ ഇരിക്കണം? വിശുദ്ധന്മാരായിരിക്കണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്ന അനുഭവം. ഈ ഒരു അനുഭവം വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലത് ആവശ്യമാണ്.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ യെശയ്യാവിനുണ്ടായ ഒരു ദർശനം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഉസ്സിയാവ് രാജാവ് മരിച്ച ആണ്ടില് ദൈവിക ദർശനം ഈ ബാലനായ യെശയ്യാവിന് ഉണ്ടാവുകയാണ്. താനിപ്പോൾ കാണുകയാണ്, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു. സറാഫുകൾ തനിക്ക് ചുറ്റും പറന്നുകൊണ്ട് യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുന്ന ഒരു ശബ്ദം താൻ കേട്ട് ഈ ദർശനത്തിൽ താൻ ഭയപ്പെട്ടു പോയി. താൻ ഭയപ്പെട്ടിട്ട് ദൈവത്തിന്റെ ദർശനമുണ്ടായവൻ. ഇന്ന് നമ്മളൊക്കെ ചില ദർശനമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ ഞാൻ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ ആളാന്ന് ചിന്തിക്കും. പക്ഷേ ഈ മനുഷ്യൻ നിലവിളിക്കാൻ തുടങ്ങി. താൻ എന്താണ് നിലവിളിച്ചതെന്നറിയാമോ? 6-ാം അധ്യായത്തിന്റെ 6 തുടങ്ങിയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, അയ്യോ ഞാൻ നശിച്ചു. കാരണം ഞാൻ ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനാണ്. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ നടുവിൽ ഞാൻ വസിക്കുകയാണ്. ആകയാൽ ഞാൻ നശിച്ചു പോയല്ലോ ഈ ദൈവത്തെ കണ്ടതിനാൽ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പറന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറന്നുകൊണ്ടിരുന്ന സറാഫുകൾ ഒരുത്തൻ ഈ കത്തിക്കൊണ്ടിരുന്ന യാഗപീഠത്തിലേക്ക് ഒരു കൊടിലുമായി ഇറങ്ങിച്ചെല്ലുന്നു. ആ കൊടിലുമയിൽ നിന്ന് ആ യാഗപീഠത്തിൽ ഒരു തീക്കനൽ എടുത്തുകൊണ്ട് നിലവിളിക്കുന്നവന്റെ നാവിൽ തൊട്ടിട്ട് പറയുകയാണ്, ഈ കനൽ ഇപ്പോൾ തീക്കനൽ നിന്റെ നാവിനെ തൊട്ടതിനാൽ നീ ശുദ്ധിയുള്ളവനായി തീർന്നു. അപ്പോൾ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ഒരു നിലവിളി ആവശ്യമാണ്. ഹൃദയം നുറുങ്ങിയുള്ള ഒരു നിലവിളി ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വാക്കിനാലോ ചിന്തയാലോ പ്രവർത്തനങ്ങളാലോ തെറ്റ് സംഭവിക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം നിലവിളിക്കണം. പത്രോസ് നിലവിളിച്ചു. യേശുവിന്റെ കൂടെ ഏറിയ 3.5 വർഷക്കാലം ജീവിച്ചു. താൻ പല കാര്യങ്ങളും യേശുവിൽ കൂടെ കണ്ടു മനസ്സിലാക്കി. ജീവിതത്തിൽ താൻ ദൈവത്തെ മനസ്സിലാക്കി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം, കർത്താവിന്റെ അത്ഭുതം, കർത്താവ് ആരാണെന്നൊക്കെ മനസ്സിലാക്കി. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വാക്കുകളെ കുറിച്ച് എല്ലാവരും പലവിധമായ സംശയങ്ങൾ പറയുമ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറഞ്ഞു. നിന്റെ പക്കൽ ജീവനുള്ളെന്ന് പുറപ്പെടുന്ന വചനം നിത്യജീവന്റെ മൊഴികളാണെന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന ഒരു മനുഷ്യന്, ആ യേശുവിന്റെ ശിഷ്യനായ പത്രോസിന് പെട്ടെന്ന് ഒരു ദിവസത്തിൽ എന്ത് സംഭവിച്ചു? ഒരു പരാജയത്തിന്റെ പാതയിൽ തന്റെ ഉള്ളില് അമിതമായൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഇന്ന് ചിലപ്പോ നമുക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ്. നമ്മെക്കുറിച്ച് ഭയങ്കര വിശ്വാസം. ഞാൻ ഭയങ്കര ആളാ, ഭയങ്കര ആത്മീയനാ, ഞാൻ എത്ര വർഷം കൊണ്ടാകുന്നു നിൽക്കുന്നു എന്നെ എന്നൊക്കെ പറഞ്ഞൊരു ചിന്ത. പ്രിയമുള്ളവരെ, നാം നിന്നതല്ല, നമ്മുടെ ദൈവം നമ്മെ നിർത്തിയ ദൈവത്തിന്റെ കൃപ. നാളത്തെ ദിവസത്തെക്കുറിച്ച് പറയുവാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ശത്രു ഏത് സമയത്തും വഞ്ചിക്കാം. പക്ഷെ അങ്ങനെ ഒരു അഭിമാനം ഈ പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പത്രോസ് പറഞ്ഞു, കർത്താവേ, എന്റെ ജീവൻ പോകേണ്ടി വന്നാൽ ഞാൻ നിന്നോടുകൂടെ മരിക്കാനും കൂടെ തയ്യാറാ, ഞാൻ നിന്നെ വിട്ടു പോകത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ യേശു ഒരു കാര്യം പറഞ്ഞു, അടുത്ത ദിവസത്തിൽ കോഴി 2 പ്രാവശ്യം കൂകുന്നതിന് മുമ്പായി നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയെന്ന് പറഞ്ഞു. അതേപോലെ സംഭവിച്ചു. കോഴി കൂവിയ ശബ്ദവും കേട്ടു, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. യേശു ഒന്ന് നോക്കി, ഉടൻ തന്നെ എന്ത് ചെയ്തു? എന്താ ചെയ്തത്? താൻ ന്യായവും വാദമൊന്നും പറഞ്ഞില്ല. ഉടൻ തന്നെ അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി. യേശുവെ കാണാതെ വന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ അരുമനാഥനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ. എൻ്റെ അരുമനാഥനെ കുറിച്ച് ഞാൻ എന്നെ ജീവൻ നൽകുവാൻ തക്കവണ്ണം പ്രാപ്തനായ എന്നെ നയിച്ച അരുമനാഥനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് അവൻ അനുദപിച്ച് കരയാൻ തുടങ്ങി. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശു ചിതറിപ്പോയ പത്രോസിനെ തേടി എവിടേക്ക് വന്നു? പത്രോസിന്റെ അടുക്കലേക്ക് ചെന്നു. യേശു ഉയർത്തു വന്നപ്പോൾ ഇപ്പോൾ പത്രോസ് പടകുമലയൊക്കെ എടുത്ത് പോയിരുന്നു. പക്ഷേ പത്രോസിന്റെ അടുക്കൽ ചെന്നിട്ട് യേശു അവനെ മടക്കി കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇനി ശക്തി ലഭിക്കുവോളം നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ അവിടെ കാത്തിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ എന്താ ആവശ്യമുണ്ട്? ശരിക്കൊരു ജീവിതം ചെയ്യുവാൻ ദൈവശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ഇവർ കാത്തിരുന്നു. അഭിഷേകം അവരിലേക്ക് വന്നു. അന്ന് തുടങ്ങി നല്ല ധൈര്യത്തോടെ നിന്നു. പത്രോസ് ധൈര്യത്തോടെ നിന്നു. മരിക്കാൻ വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞവൻ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ബാല്യക്കാരത്തിയുടെ മുന്നിലല്ല, ഒരു വലിയ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് ധൈര്യത്തോടെ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്.
അത് കേട്ടപ്പോൾ എല്ലാവർക്കും പെട്ടെന്നൊരു മാനസാന്തരം. അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം രക്ഷ പ്രാപിപ്പാൻ? ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നിങ്ങൾ സ്നാനപ്പെട്ടോളാൻ പറഞ്ഞു. സ്നാനപ്പെട്ട് അവരെന്ത് ചെയ്തു? യേശുവിനോട് ചേർന്ന് പരിശുദ്ധാത്മ പൂർണ്ണരായി ദൈവസഭയോട് ചേർന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ അങ്ങനെ പത്രോസ് ധൈര്യമുള്ളവനായി തീർന്നു. അതുകൊണ്ട് അഭിഷേകത്തിന് പ്രാധാന്യമുണ്ട്. ഇന്ന് ചിലയിടത്തൊന്നും അഭിഷേകത്തിന് പ്രാധാന്യമില്ല. ഇപ്പോൾ തന്നെ ഒരു മാതാവ് പറഞ്ഞു കേട്ടില്ലേ, അവരുടെ സഭയിൽ അഭിഷേകത്തിനൊന്നും പ്രാധാന്യമില്ല. പെന്തക്കോസ് സഭയൊക്കെയാ. പെന്തക്കോസിന്റെ ശക്തിയൊക്കെ പോയി. നമ്മുടെ ജീവിതത്തിൽ പെന്തക്കോസിന്റെ ശക്തി ഒരിക്കലും പോകരുത്. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു സഭയല്ല, പെന്തക്കോസ് ഒരു ശക്തിയാ. പണ്ട് കർത്തസേനയിൽ ചേർക്കപ്പെട്ടതായ പൊടിക്കുഞ്ഞ് പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നത് ഞാനിപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ പെന്തക്കോസിലോട്ട് ചേർന്നിട്ടില്ല, പെന്തക്കോസ് എന്റെ ഉള്ളിലോട്ട് വന്നു, ഇപ്പോൾ ഞാൻ പെന്തക്കോസുകാരനാ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായവര് കരങ്ങളെ ഓർത്തവർ അല്ലേലി പറഞ്ഞാട്ടെ. ആ പെന്തക്കോസ്തിന്റെ ശക്തി എന്റെ ഉള്ളിലോട്ട് വന്നു, ഇപ്പോൾ ഞാൻ പെന്തക്കോസുകാരനായി. അങ്ങനെ പെന്തക്കോസുകാരായി പെന്തക്കോസിന്റെ അനുഭവമുണ്ട്. അവരാണ് വിശുദ്ധന്മാർ. അവർ വിശുദ്ധന്മാരായി ജീവിക്കും. അവർക്ക് നൽകപ്പെട്ട ഒരു വിശ്വാസമുണ്ട്. അത് അതിപരിശുദ്ധമായ ഒരു വിശ്വാസമാണ്, അതിവിലേറിയൊരു വിശ്വാസമാണ്. അതിനെക്കുറിച്ച് നാം വായിക്കുമ്പോൾ 20 യൂദായുടെ ലേഖനം 20 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. വായിക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും. ആ അതിവിശുദ്ധമായ വിശ്വാസമാണെന്ന് യൂദാ വീണ്ടും പറയുകയാണ്. പ്രിയമുള്ളവർ, നമുക്ക് നൽകപ്പെട്ട ഒരു വിശ്വാസം അതിവിശുദ്ധമായ ഒരു വിശ്വാസമാണ്. ഇതേത് വിശ്വാസം? ദൈവത്തിലുള്ള വിശ്വാസം അതിവിശുദ്ധമാണ്. ഇത് പൂർണ്ണതയുടെ വിശ്വാസമാണ്. ഇത് നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ പറയുമ്പോൾ, ഒരുവൻ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കണം. വായിക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ചേർന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഇവിടെ എന്ത് പറയണം? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ വിശ്വസിച്ചോളണം. എന്ത് വിശ്വസിക്കണം? ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവനെ അവൻ ഒരു നാളും അനാഥനായി കൈവിടത്തില്ല. അവൻക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ളത് വിശ്വസിക്കണം. നമുക്കെന്താ പ്രതിഫലം? നമുക്കെന്താണ്? ദൈവം വരുന്ന കൂലിയും പ്രതിഫലമായിട്ട് ഇവിടെ കൂലിയൊക്കെ തന്നുകൊണ്ടിരിക്കുക. അതേസമയം നാം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന അനുസരിച്ച് നമുക്കിവിടെ തരുന്നുണ്ട്. എന്താ തരുന്നത്? നമുക്ക് ആവശ്യമായ ജീവൻ, സൗഖ്യം, ആരോഗ്യം, നമുക്ക് വേണ്ടതായ സമ്പത്ത്, ഇതൊക്കെ ദൈവം തരുന്നുണ്ട്. പക്ഷെ പ്രതിഫലം തരാൻ പോവുക. പ്രതിഫലം ഇവിടെ വെച്ച് തരുന്നില്ല, പ്രതിഫലം അവിടെ ചെല്ലുമ്പോൾ കിട്ടും. നമ്മൾ ഇവിടെ ജീവിക്കുന്നതിനനുസരിച്ച് എവിടെയാ കിട്ടാൻ പോകുന്നത്? സ്വർഗത്തിലാ പ്രതിഫലം കിട്ടാൻ പോകുന്നത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം നമ്മുടെ പ്രതിഫലത്തിന് നമ്മെ എത്രത്തോളം ആയിട്ടുണ്ടെന്ന്. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു സ്ത്രീ തൻ്റെ വീട്ടിൽ ഒരു ദാസിയെ വളർത്തി. ആ ബാല്യക്കാരി ഉണ്ടായിരുന്നു, ജോലിക്കാരി. തന്നെ ദൈവം സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി. സ്വർഗത്തിലോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ വാസസ്ഥലം കാണിച്ചു കൊടുത്തുല്ലോ. ഒരു പുസ്തകത്തിൽ വായിച്ചതാ, പ്രസംഗത്തിലും ചിലപ്പോൾ നിങ്ങൾ കേട്ടുക. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ കൊണ്ടുപോയി ഇങ്ങനെ വാസസ്ഥലങ്ങൾ കാണിച്ചു. അപ്പോൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞത് ആളുടെ എന്നൊക്കെ പറഞ്ഞ് വാസസ്ഥലം കാണിച്ചു പോലും. ആദ്യമായിട്ട് തൻ്റെ വീട്ടിലെ ബാല്യക്കാരിയുടെ, ആ ജോലിക്കാരിയുടെ വാസസ്ഥലം കാണിച്ചു. അതും വളരെ മനോഹരമായിരുന്നു. അപ്പോൾ താൻ ചിന്തിച്ചു പോലും, ഈ എൻ്റെ വീട്ടിലെ വേലക്കാരിയുടെ വീട് ഇങ്ങനെ മനോഹരമാണെങ്കിൽ എൻ്റെ വീട് എത്ര മനോഹരമായിരിക്കുമെന്ന് ചിന്തിച്ച് എൻ്റെ വീട് കാണണമെന്നുള്ള ആശയോട് താൻ ചോദിച്ച് വീണ്ടും അവിടേക്ക് എത്തി. അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല, തനിക്കൊരു വാസസ്ഥലം അവിടെ ഇല്ല. താൻ ചോദിച്ചു, എൻ്റെ വീട്ടിലെ ബാല്യക്കാരത്തേക്ക് ഇത്രയും വലിയ വാസസ്ഥലം, പക്ഷേ എനിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ദൂതൻ പറഞ്ഞു പോലും, നീ ഇവിടത്തേക്കൊന്നും തന്നിട്ടില്ല, നീ ഒന്നും കരുതിയിട്ടില്ല. നിന്റെ ബാല്യക്കാരത്തി അതിനനുസരിച്ച് ജീവിച്ച് ഇവിടെ ഒരു വാസസ്ഥലത്തിന് വേണ്ടിയുള്ളത് കരുതിക്കൊണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നിത്യമായ വാസസ്ഥലത്തിന് വേണ്ടി നാം കരുതി ഓരോ നാളും ജീവിക്കുവാനിടയാകണം. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളണം. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം, ദൈവം തരുന്ന പ്രതിഫലം, ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ദൈവമക്കൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ വാസ്തവമായി പിൻപറ്റുവാൻ കഴിയുന്നത്. ഇല്ല എങ്കിൽ ഇന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളെ പോലെ ആയിത്തീരും. തൽഫലമായിട്ടാണ് ചിലപ്പോൾ ചിലരൊക്കെ ദൈവത്തെ വിട്ടിട്ട് ചില പ്രവാചകന്മാരുടെ പിന്നിലും
ഒക്കെ ഓടിപ്പോകുന്നേ. ചിലർക്ക് ദൈവത്തിലെ വിശ്വാസമില്ല. പിന്നെ ആരാ? ചിലർ പറയും ഞങ്ങളുടെ ഡോക്ടർ, ചിലർ പറയും ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രാർത്ഥിച്ച വിടുതലുണ്ടാകും, ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരും. ചിലർക്ക് ഞങ്ങളുടെ അടുക്കൽ വന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ സഭയിൽപ്പെട്ടവരല്ല വേറെ സഭയിൽപ്പെട്ടവരൊക്കെ വന്നിട്ട് പറയും ഇപ്പം പ്രാർത്ഥിക്കാൻ എന്നെ വിഷയമാണെന്നൊക്കെ പറഞ്ഞിട്ട് പാസ്റ്റർ എന്താ തോന്നുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ തന്നെ മറുപടി കൊടുക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. ആ ഒരു അനുഭവത്തിൽ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ നാം ദൈവത്തോട് പ്രാധാന്യമല്ല നാം പ്രാധാന്യം കൊടുക്കേണ്ടത് നാം വിശ്വസിക്കുന്ന ദൈവം, നാം പിൻപറ്റുന്ന കർത്താവ് ആരാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നാം കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ വിശ്വസ്തയോടുകൂടെ ഓരോ ദിവസം നടത്തിക്കൊള്ളും. അതിനുവേണ്ടി നാം എപ്പോഴും എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴായിരിക്കണം. 50-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാർ എന്ന് പറയും. അപ്പോൾ നമുക്കൊരു നിയമം ഉണ്ടായിരിക്കണം, യാഗം കഴിച്ചവരായിരിക്കണം. എങ്ങനെ യാഗം കഴിച്ചത്? പഴയ നിയമകാലത്തിൽ ആടുകളെയും കാളകളെയും പ്രാവിനെയൊക്കെ യാഗം അർപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ജനം നിന്നിരുന്നു. ഇന്ന് നമ്മുടെ യാഗം എന്താ? യാഗം കഴിക്കുന്നവരൊക്കെ ഒന്ന് കരങ്ങൾ ഉയർത്തി കാട്ടെ, ഒരല്ലേ പറഞ്ഞാട്ടെ. എല്ലാവർക്കും സംശയമാണ്. ഇപ്പം നമ്മൾ യാഗം കഴിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാ? റോമാലേഖനം 12-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. എന്തിനു വേണ്ടി? ബുദ്ധിയുള്ള ആരാധനയായിട്ടൊന്നും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് വായിക്കണം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ട ബുദ്ധിയുള്ള ആരാധന. ഏതാണ് ബുദ്ധിയുള്ള ആരാധന? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ആരാധന. ഇപ്പോൾ നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരുടെ മധ്യേ ഇരിക്കുകയാണ്. പലപ്പോഴും ചിലർക്ക് സംശയം തോന്നാം. സംശയം എവിടെയാ വന്നിരിക്കുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കും. ചിലപ്പോൾ ഇന്ന് മറ്റുള്ളവർക്കൊക്കെ ചിലർക്കൊക്കെ വിശുദ്ധന്മാരെന്ന് വിശ്വാസികളൊന്ന് പറഞ്ഞു പോയെങ്കിൽ ചിലർക്ക് ഭയങ്കര അരോചകത്വമാണ്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് മാത്രമേ വിശുദ്ധന്മാരുള്ളൂ. കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരൊക്കെ വിശുദ്ധന്മാരാണ്. എന്നാൽ വിശുദ്ധന്മാരുടെ നിരയിൽ ആര് നിർത്തി? നമ്മെ ഓരോരുത്തരെയും നിർത്തി. ഞാൻ പലപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ പറയാറുള്ള ഒരു അനുഭവമുണ്ട്. ഞാൻ എറണാകുളത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ നമ്മുടെ കർത്തൃസേനയിൽ ചേർക്കപ്പെട്ട ജോസഫ് പൊട്ടിപ്പച്ചൻ്റെ കൂടെ വാഹനമൊക്കെ ഓടിച്ച് എറണാകുളം ടൗണിലൊന്ന് ചെന്ന് ആ ജോസഫ് പൊട്ടിപ്പച്ചൻ അന്ന് ഒരു ഷോപ്പിലോട്ട് കയറിപ്പോയി. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഹൈന്ദവ മനുഷ്യൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സജ്ജനങ്ങളോട് കൂടെ കൂടിയിട്ട് ചില നല്ല ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരാന്നറിയാമോ? ഒരു കൈനോക്കം നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, സജ്ജനങ്ങളോട് കൂടെ കൂടിയിട്ട് ചില നല്ല ഗുണങ്ങൾ കിട്ടിയെന്ന്. അപ്പോൾ നമ്മുടെ ഭാഷയിൽ വിശുദ്ധന്മാരെന്ന് പറയുന്നു, അവരുടെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു സജ്ജനങ്ങളോട് കൂടി. പ്രിയമുള്ളവരെ, നമുക്ക് തെറ്റ് പറ്റിയിട്ടില്ല. നമ്മൾ കൂടിയത് വിശുദ്ധന്മാരോട് കൂടെയാ. വിശുദ്ധന്മാരോട് കൂടെ, വിശുദ്ധനായ ദൈവത്തോടു കൂടെ കൂടിയ വിശുദ്ധന്മാരോട് കൂടുമ്പോൾ നമുക്ക് ചില നല്ല ഗുണങ്ങൾ കിട്ടണം. ദൈവത്തിന് സ്തോത്രം. ആ നല്ല അനുഭവങ്ങൾ പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുവേൻ. ഇപ്പോൾ നമുക്ക് ഭൂമിയിൽ കാണുവാനുള്ളത് നമ്മുടെ വിശുദ്ധന്മാരെയാണ്. നമ്മുടെ വിശുദ്ധന്മാരിൽ നല്ല അനുഭവങ്ങൾ നാം പഠിച്ചെടുത്ത് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നാം രൂപാന്തരം പ്രാപിച്ചുകൊള്ളണം. അനുഗ്രഹം പ്രാപിച്ച് നാം ശക്തരായി വിശുദ്ധരായി ജീവിച്ച് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട് ഒരു നല്ല അനുഭവം, വിശ്വാസത്തിന് വേണ്ടി നല്ല പോർ പൊരുതുന്ന ഒരു അനുഭവത്തിൽ നമുക്ക് ജീവിക്കുവാനിടയാകണം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയ ദൈവമക്കളെ, നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? ഒരു പാട്ടിന്റെ ഈരടികൾ ഇങ്ങനെയുണ്ട്, എന്നെയും എനിക്കുള്ള സകലത്തെയും ഞാൻ യാഗമായി അർപ്പിക്കുന്നു. ഓരോ ദിവസവും നാം നമ്മെ തന്നെ സമർപ്പിക്കണം. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. നീയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം
ഇന്ന് ഞാൻ മഹത്വത്തിന് നീ എന്നിൽ കത്തിക്കണേ, മനസ്സിനശുദ്ധിയെ കേണമേ, മഹത്വത്തിന് അഗ്നിയെ കത്തിക്കണേ, മനസ്സിനശുദ്ധിയെ കേണം. മനസ്സിലൊക്കെ അശുദ്ധി ഉണ്ട് കേട്ടോ. യാഗമായിട്ട് അർപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ തീ അങ്ങോട്ട് ഇറങ്ങും. തീ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? മനസ്സിലെ അശുദ്ധിയൊക്കെ മാറും, ജീവിതത്തിലെ കുറവുകളൊക്കെ മാറ്റപ്പെടും, ജീവിതത്തിലെ അപാകതകൾ മാറ്റപ്പെടും. നാം ദൈവമക്കളായി വിശുദ്ധരായി ജീവിക്കുവാനിടയാം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, വിശുദ്ധനെയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നമുക്കൊരു വിലയേറിയ വിശ്വാസം ആവശ്യമാണ്. ഈ വിലയേറിയ വിശ്വാസം നമ്മുടെ കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിക്കണം. ഇതിനു വേണ്ടി ഒരു പോരാട്ടം കഴിക്കണം. പോരാടേണ്ടത് എങ്ങനെയെന്ന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് തോന്നിയെന്ന് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനുവേണ്ടി ഒരു പോരാട്ടം കഴിച്ച യോസേഫിനെ നമുക്ക് കാണാം. എന്തിനു വേണ്ടി? വിശുദ്ധനായി നിൽക്കുവാൻ, ദൈവത്തിന്റെ മുൻപിൽ കുറ്റമില്ലാത്തവനായി ജീവിക്കുവാൻ വേണ്ടി പോരാട്ടം കഴിച്ചത് എവിടെയായിരുന്നു? തൻ്റെ വീട്ടിലായിരുന്നില്ല, തന്നെ വിലയ്ക്ക് വാങ്ങിയ പോത്തിഫറിന്റെ വീട്ടിലായിരുന്നു. താൻ പറയുകയാണ്, ഈ മഹാപാപം ചെയ്തിട്ട്, ദോഷം ചെയ്തിട്ട് ഞാൻ ദൈവത്തിന്റെ മുന്നിൽ കുറ്റക്കാരനായി തീരുവാൻ ഇടവരരുത് എന്നുള്ളത് തൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വേദഭാഗം ഒന്ന് വായിക്കാം. 9-ാമത്തെ വാക്യം, 39-ാം അധ്യായം 9-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ഈ മഹാദോഷം ചെയ്തിട്ട് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ഈ ലോകത്തിൽ താൻ ഈ പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷെ പാപത്തിന്റെ ശക്തി തന്റെ പിന്നാലെ വരികയാണ്. ഒരിക്കൽ കയീനോടും ദൈവം പറഞ്ഞു, കയീനെ, നീ പാപത്തെ ജയിക്കണം. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുകയാണ്, നീയോ അതിനെ ജയിക്കണമെന്ന് ദൈവം തന്നോട് കൽപ്പിച്ചു. എങ്കിലും തന്റെ കോപത്തിൽ നിന്ന് വിടുവിക്കപ്പെടാതെ പാപത്തിനിടം കൊടുത്തവനായിരുന്നു കയീൻ. ഇതുപോലെ ഇന്ന് അനേകർ പാപത്തിനിടം കൊടുത്ത് ജീവിക്കുന്നു. എന്നാൽ പാപത്തിനില്ലാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെയുള്ളവരുടെ ഇടയിൽ അത് യോഗ്യമായി തീരത്തില്ല. ഇപ്പോൾ യേശു പറഞ്ഞു, പിതാവേ, നിന്റെ ഇഷ്ടം ഞാൻ ചെയ്തു. നീ എനിക്ക് വചനത്തെ തന്നു, ഞാൻ ഇവർക്ക് ഈ വചനം കൊടുത്തു, അവർ എന്നെ അനുഗമിച്ചു. ഇപ്പോൾ ഇവർ ആരല്ല? ഇവരാരല്ല? ലൗകികന്മാരല്ല. ആകയാൽ ലൗകികന്മാരല്ലാതെ ഇവർ ഇവിടെ ലോകത്തിൽ ജീവിക്കുന്നതിനാൽ ലോകം ഇവരെ പകയ്ക്കുമെന്ന് പറഞ്ഞു. ആകയാൽ അവരങ്ങ് എടുക്കണമെന്നല്ല പറഞ്ഞത്. പിന്നെന്താ? ഇവരെ നിന്റെ നാമത്തിൽ കാത്തുകൊള്ളണം. പ്രിയമുള്ളവരെ, കർത്താവ് അപേക്ഷിച്ചിട്ടാ പോയിരിക്കുന്നത്, നമ്മെ എല്ലാവരെയും കാത്തുകൊള്ളണമെന്ന്. പക്ഷെ യോസേഫിന് ഇതുപോലെ പരീക്ഷ ഉണ്ടായി. തന്റെ ജീവിതത്തിൽ താൻ ഈ പാപമില്ലാതെ ദൈവത്തോട് ദോഷം ചെയ്യാതെ ജീവിക്കുവാൻ താൻ വളരെ പരിശ്രമിച്ചു ഓടി, രക്ഷപ്പെട്ടു. താൻ രക്ഷപ്പെട്ടെന്ന് കരുതി. പക്ഷെ പിന്നാലെ വന്നത് തനിക്ക് ലഭിച്ച ജയിൽവാസമായിരുന്നു. പരിണിത ഫലം എന്തായിരുന്നു? കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനായി കഴിയേണ്ടി വന്നു. പക്ഷെ അവിടെയും താൻ എന്ത് പ്രമാണം മുറുകെ പിടിച്ചുവോ, ആർക്ക് വേണ്ടി പ്രമാണം മുറുകെ പിടിച്ചുവോ, ആ പ്രമാണം കൊടുത്ത ദൈവം, താൻ വിശ്വസിച്ച ദൈവം കാരാഗ്രഹത്തിലും ഇറങ്ങിച്ചെന്നു. കാരാഗ്രഹത്തിൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യവിചാരകനെ പോലെ ഈ യോസേഫ് മാറ്റപ്പെട്ടു. എല്ലാവരുടെ അന്വേഷണങ്ങൾ, ആ കാര്യം അവിടെയുള്ളതായ ആ തടവിൽ കിടക്കുന്നതായ ആളുകളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് താനിങ്ങനെ പോവുക. ഒരു ദിവസം പോയപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് തന്നെ, രാജാവിന്റെ കൊട്ടാരത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന 2 പേർ വ്യാകുലപ്പെട്ടിരുന്നു. ആരൊക്കെ? അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹന്മാരുടെ പ്രമാണിയും. യോസേഫ് കാര്യം ആരാഞ്ഞു, സ്വപ്നം കണ്ടോന്ന് മനസ്സിലായി. സ്വപ്നത്തിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്തു. അവിടെ അവൻ വിശിഷ്ടനായി അവിടെ ജീവിക്കുകയാണ്. കാരാഗ്രഹത്തിലാണ് കിടക്കുന്നതെങ്കിലും യോസേഫിന് ഭയമില്ല. യോസേഫ് ഇപ്പോൾ ബന്ധനസ്ഥനല്ല, കാരാഗ്രഹത്തിലെ യോസേഫ് സ്വതന്ത്രനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അല്പസമയത്തൊരു നിന്ദയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നാലും ഒരു ദിവസം മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം യോസേഫിനെ ഒരു ദിവസം ഫറവോന്റെ മിസ്രയീമിൽ 2ാമനായി വാഴുവാൻ തക്കവണ്ണം കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ കർത്താവ് ഒരു ദിവസം നമ്മുടെ നിന്ദയെ നീക്കി, നമ്മുടെ ആക്ഷേപങ്ങളെ നീക്കി, പരീക്ഷകളെ നീക്കിയിട്ട് സ്വർഗത്തിൽ നമ്മെ കൊണ്ടിരുത്തുവാൻ ശക്തനായ ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമുക്കൊരു വാഗ്ദത്തം ചെയ്ത് നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിട്ട് വരാമെന്ന് കടന്നുപോയ യേശു ഇന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം വേദനപ്പെടുമ്പോൾ, നാം വ്യാകുലപ്പെടുമ്പോൾ, ചിലപ്പോൾ നാം ദൈവത്തിന് വഴിവിട്ടു പോകുമ്പോൾ പിതാവിനോട് പിതാവേ, അല്പം കൂടെ ക്ഷമിക്കണം, മടങ്ങി വരും.
യഥാസ്ഥാനപ്പെടും എന്ന് പറഞ്ഞ് ഓരോ ദിവസവും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു. അതുപോലെ തന്നെ നാം വേദനപ്പെടുമ്പോൾ പിതാവിന്റെ സന്നിധി പറയുന്നു, ദൈവമേ കൃപ കൊടുക്കണം, പിതാവേ അവന് കൃപ കൊടുക്കണം, ആ എൻ്റെ മകൾക്ക് കൃപ കൊടുക്കണം, ആ എന്നെ പിൻപറ്റിയവൾക്ക് കൃപ കൊടുക്കണം എന്ന് പറഞ്ഞ് പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന യേശുവുണ്ട്. ആ യേശു നമ്മുടെ കൂടെ ഉള്ളതിനാൽ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനാൽ, പ്രിയമുള്ളവരെ, നാം വിശ്വാസത്തിൽ കോട്ടം സംഭവിക്കാതെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകർ പറയും, ഞങ്ങളൊക്കെ ചെറിയ പ്രായം CSI കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ചെറിയ പ്രായത്തിൽ രക്ഷയുടെ അനുഭവം പ്രാപിക്കാനിടയായി. പെന്തക്കോസ്തിന്റെ അനുഭവത്തിലോട്ട് വന്നു. ഏകദേശം അവർ ചെറിയ പ്രായത്തിൽ തന്നെ കുറച്ച് നാളൊക്കെ സൺഡേ സ്കൂൾ CSI സഭയിൽ പഠിച്ചതായിട്ട് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ സൺഡേ സ്കൂൾ പഠിച്ചത് നമ്മുടെ സഭയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ആദ്യം ചില നാളുകളിലൊക്കെ രോഗം വന്നാൽ മരുന്നൊക്കെ എടുക്കുമായിരുന്നു. പിന്നീട് ഒരു പ്രത്യേക അനുഭവം ഉണ്ടായപ്പോൾ അതിനുശേഷം ദൈവത്തോട് തീരുമാനം ചെയ്തു, ഇനി മരിച്ചാൽ മരുന്നെടുക്കത്തില്ല. അതിനുശേഷം സ്കൂളിലൊക്കെ ഭയങ്കര പ്രതികൂലമായിരുന്നു. പിന്നീട് ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും രോഗം നിമിത്തമായിട്ട് പോയില്ലെങ്കിൽ അവർ ചോദിക്കാം, അധ്യാപകർ ചോദിക്കും, ആശുപത്രി പോയെന്ന്. ഇല്ല, ആശുപത്രി പോയില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചെന്ന് പറയാൻ ഞങ്ങളുടെ കുഞ്ഞു മനസ്സിലല്ലേ. അവരോട് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് അപ്പച്ചന്മാർ പ്രാർത്ഥിക്കും, സുഖം കിട്ടും എന്നൊക്കെ ഞങ്ങളന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവരുപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, താൻ പാതി ദൈവം പാതി. ഇന്ന് പെന്തക്കോസ്തീയ അനുഭവത്തിൽ വന്നു കഴിഞ്ഞിരിക്കുക. ഇന്ന് പലരും ഈ ഒരു അനുഭവത്തിലോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. താൻ പാതി ദൈവം പാതി. ഇല്ല പ്രിയമുള്ളവർ, നാം എന്താ ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേലിന്റെ പുസ്തകത്തിൽ അവരവിടെ പറയുകയാണ്. എന്താ പറഞ്ഞത്? ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കത്തില്ല. അവരുടെ പ്രമാണമായി, അവരുടെ ഒരു പ്രമാണമുണ്ട്. എന്തായിരുന്നു പ്രമാണം? യാതൊരു വിഗ്രഹത്തെയും നമസ്കരിക്കരുത്. ഭൂമിയിലുള്ളതാകട്ടെ, ഉയരത്തിലുള്ളതാകട്ടെ, ആകാശത്തിലുള്ളതാകട്ടെ, ഭൂമിക്ക് താഴെയുള്ളതാകട്ടെ, യാതൊന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, വണങ്ങരുത്. അവരുടെ കൽപ്പനയാണ്, ദൈവം കൊടുത്ത കൽപ്പനയാണ്. അത് ശിരസാവഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിനേറ്റൊരു പരീക്ഷ അവർക്കുണ്ടാവുകയാണ്. പരീക്ഷയുണ്ടായപ്പോൾ എന്താ ചെയ്തത്? അവർ തീരുമാനത്തോടെ നിന്നു. പിന്നെ അവർ എന്ത് ചെയ്യുന്നറിയാമോ? 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവർ വിശുദ്ധരായി ജീവിച്ചു. ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ചില അനുഭവങ്ങൾ നമുക്ക് കാണാം. ആരായിരുന്നു? ഒന്ന്, വിശുദ്ധരായി. അതായത് 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ രാജഭോജനം കൊണ്ടോ രാജവീഞ്ഞുകൊണ്ടോ ഞങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. രണ്ടാമതൊരു കാര്യം ഉണ്ടായിരുന്നു, അവർ ഏതെങ്കിലും വിഷയം വരുമ്പോൾ ഉടനെ ഇരുന്ന് മാളിക മുകളിലും കയറും. മാളിക മുകളിൽ കയറി യെരുശലേമിന് നേരെ കിളിവാതിലുകൾ തുറന്നു വെച്ച് യെരുശലേമിലേക്ക് നോക്കി എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് നമുക്ക് മാളികയില്ലായിരിക്കും, ചിലപ്പോൾ മാളിക ഉണ്ടെന്നിരിക്കട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു ഇട്ടിട്ട് മുഴങ്കാൽ മടക്കി ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തണം. നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. കർത്താവേ, ഞാനൊരു പ്രതിസന്ധിയിലാണ്, ഞാനൊരു രോഗത്തിലാണ്, ഞാനൊരു കഷ്ടത്തിലാണ്. ഇന്നലെ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു കേട്ടില്ലേ, അസ്ഥിയൊക്കെ അകന്നു പോയി. പക്ഷേ തന്റെ വിശ്വാസം, പണമില്ലാഞ്ഞിട്ടല്ല, പണമൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ, ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ എന്ത് ചെയ്തു? വിശ്വാസത്തെ പിടിച്ചു നിന്ന് അപ്പോൾ ദൈവം അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു. ഇതുപോലെ എത്രയോ സന്ദർഭങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ ഉണ്ടെന്നറിയാമോ? എല്ലാം പറയാൻ ഇപ്പോൾ സമയമില്ല, അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. എത്രയോ സന്ദർഭങ്ങളിൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്. അവിടെയെല്ലാം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചത്. ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ കൈവിട്ട രോഗികൾ സൗഖ്യമാക്കത് കണ്ണാല് കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ ശക്തിയാല്, പ്രാർത്ഥനയാല്. ദൈവത്തിന് സ്തോത്രം. ഇന്നും അത് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ആകിയാൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ അവിശ്വസിക്കരുത്, പ്രാർത്ഥിച്ചോളണം. വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളണം. നാം എന്തായാലും ഒരു ദിവസം മരിക്കത്തില്ലേ? വിശ്വാസികൾ മരിക്കും, സുവിശേഷ വേലക്കാർ മരിക്കും, രക്ഷിക്കപ്പെടാത്തവരും മരിക്കത്തില്ലേ? സകല മനുഷ്യരും കർത്താവിന്റെ വരവും താമസമെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും മരിച്ച് ഒരു പെട്ടിക്കകത്ത് കിടക്കേണ്ടി വരാം. അത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര സങ്കോചമാണ്, ഭയങ്കര വിഷമമാണ്. പ്രിയമുള്ളവർ, പണ്ട് കാലത്ത് ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ലെന്നൊക്കെ നമ്മൾ പാടുമായിരുന്നു. ഇന്ന് മരണത്തെ നന്നായിട്ട് ഭയപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് മരണഭയം വരുന്നു? ദൈവരാജ്യത്തെക്കുറിച്ച് ദർശനം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ദർശനത്തെ നാം പുതുക്കിയെടുത്തുകൊള്ളണം, വിശ്വാസത്തിൽ ഉറച്ചുകൊള്ളണം, ധൈര്യപ്പെട്ടുകൊള്ളണം. ഇന്നും നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്.
ചില സന്ദർഭങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, മരണത്തോളം എത്തിയിട്ടുണ്ട്. 2017 ഞാനന്ന് കോട്ടയത്തിൻ്റെ ലോക്കൽ സഭയായി പാമ്പാടി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഞാൻ മരണത്തോളം എത്തി. ഞാൻ ജീവിക്കുമെന്നുള്ളതായ പ്രതീക്ഷ അല്പം പോലും ഇല്ലാത്തവനായി മാറി. എന്നാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ വിശുദ്ധന്മാർ മുഖാന്തരം, ദൈവജനം ഒന്നായി നിന്ന് പ്രാർത്ഥിച്ച മുഖാന്തരം, ദൈവത്തിന്റെ നിർണയം അല്പസമയം കൂടി ആയുസ് ദീർഘമാക്കി തന്നതിനാൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത്രത്തോളം സൗഖ്യത്തോടെ നിൽക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ കഴിഞ്ഞ കൊട്ടാരക്കര കൺവെൻഷൻ സമയത്ത് യാതൊരു പ്രശ്നമില്ല. ഞാൻ സഭായോഗത്തിന് ചെന്നിരുന്ന ഏകദേശം പ്രസംഗം വന്ന് തുടങ്ങിയ ഒരു അല്പസമയമായപ്പോൾ പെട്ടെന്ന് ശാരീരമായൊരു പെട്ടെന്നൊരു വേദന, ശരീരം തളർന്നു പോകുന്നത് പോലെ പെട്ടെന്ന് ശരീരം വേർക്കാൻ തുടങ്ങി. എന്താ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. അവിടെ ഇരുന്നാൽ കുഴഞ്ഞ് താഴെ വീഴുമെന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ ഒരു വാഹനം പോലും ആരെയും കാണുന്നില്ല. പതുക്കെ നടന്ന് റൂമിലോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര വേദന, എനിക്ക് സഹിപ്പാൻ കഴിയുന്നില്ല. ഞാൻ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ നോക്കി നിലവിളിച്ചുകൊണ്ടേ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരൻ കയറി വന്നു. അപ്പോൾ ചിലരൊക്കെ വന്നു. അത് കഴിഞ്ഞ് സഭായോഗം കഴിഞ്ഞ് നമ്മുടെ ചീഫ് പാസ്റ്റർ അപ്പച്ചൻ എങ്ങനെയോ അറിഞ്ഞു എനിക്ക് സുഖമില്ല എന്ന്. അപ്പച്ചൻ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നേരെ എൻ്റെ മുറിയിലോട്ട് വന്നിട്ട് അവിടെ ഒരു പായെടുത്ത് താഴെ ഇരുന്നു. കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ഹന്നാ ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നതുപോലെ തൻ്റെ ചുണ്ടുകൾ അനങ്ങിക്കൊണ്ടേയിരുന്നു. ചില മണിക്കൂർ താൻ അവിടെ ഇരുന്നു. ഞാൻ വേദന കൊണ്ട് വളരെയധികം അസഹനീയമായ വേദന എന്നെ ഭരിച്ചിരുന്നു. ശരീരം ആസകാലം തളർന്നു പോകുന്ന ഒരു അനുഭവം. എനിക്ക് ആരോഗ്യം വീണ്ടും കിട്ടുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു. ആ ഒരു അനുഭവത്തിൽ ഞാൻ കഷ്ടതയിലായിരുന്നു. പക്ഷേ അവിശുദ്ധനായ അപ്പച്ചൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ചില മണി ഞാൻ പിന്നീട് എനിക്കെന്താ യോഗ്യത? നമ്മുടെ സഭയുടെ മേലധ്യക്ഷനായ നമ്മുടെ ചീഫ് പാസ്റ്റർ വന്ന് എൻ്റെ മുറിക്കകത്ത്, ആ ചെറിയ മുറിക്കകത്ത് വന്നിരുന്ന ഒരു പായിട്ട് തറയിലിരുന്ന് പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര സമയമായിരുന്നെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും സഭായം കഴിഞ്ഞിട്ട് വന്നതാ. താൻ പിന്നീട് പറഞ്ഞു, ഞാൻ 4:15 മണിക്ക് അവിടെ നിന്ന് പോയെന്ന്. ഒരല്പാശ്വാസം വന്ന് ഞാൻ അല്പം മയങ്ങിയപ്പോൾ താൻ പോയി. ഞാൻ പിന്നീട് കണ്ണു തുറന്നപ്പോൾ അപ്പച്ചൻ അവിടെ ഇല്ല. അപ്പച്ചൻ പിന്നീട് പറഞ്ഞു, ഞാൻ 4:15 മണി വരെ അവിടെ ഇരുന്നു. മണിക്കൂർ ഏതാണ്ട് 1.5-1.25 മണിക്കൂറെങ്കിലും അവിടെ ഇരുന്നിട്ടുണ്ടാവും. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഭക്തന്മാരുടെ പ്രാർത്ഥന മുഖാന്തരമാണ് ഇന്ന് ഞാൻ ഈ ലോകത്തിലിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ് പ്രിയമുള്ളവരെ. ആകയാൽ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, ദൈവത്തിന്റെ ജീവിതം അന്നമായി തീർന്നിട്ടില്ല. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. വിശ്വാസത്തിൽ നമുക്ക് ഉറച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ച് സ്തോത്രം ചെയ്ത് നേടിയെടുക്കുവാനിടയാകണം. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. കാണാത്ത ഒരു കാര്യത്തിന് വേണ്ടി ആശയോടെ കാത്തിരുന്ന് എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ കാത്തിരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതിന് പകരം നാം ഇന്ന് പല വിധത്തിലും ആശ്രയം മറ്റു പലരിലേക്ക് ദൈവമക്കൾ വയ്ക്കുകയാണ്. പണത്തിന് ആവശ്യം വന്നാൽ തൊട്ടടുത്തുള്ള ബാങ്കിലോട്ട്, ഒരു രോഗം വന്നാൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട്, ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോട്ട്. എന്നാൽ പ്രിയമുള്ളവരെ, എത്ര പേർ ഒരു രോഗം വന്നാൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നുണ്ട്. പണത്തിന്റെ ഒരു ആവശ്യം വരുമ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം മുൻകാലങ്ങളിൽ നമ്മുടെ സഭയിലെ ദൈവജനങ്ങൾക്കുണ്ടായിരുന്നു. ആ അനുഭവം വീണ്ടും നമുക്ക് വരേണ്ടതായിരിക്കും. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രിയമുള്ളവരെ, അത് തരുവാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. നാം വിശ്വസിക്കണം. എൻ്റെ കർത്താവിന് കരം കുറുകിപ്പോയിട്ടില്ല, എൻ്റെ കർത്താവിൻ്റെ കരം എൻ്റെ ചെവി മന്ദമായി തീർന്നിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് ചോദിച്ച് നാം വിശ്വാസത്താൽ ജീവിക്കണം. ദൈവമക്കൾ എങ്ങനെ ജീവിക്കേണ്ടവരാണ്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ. ഇന്ന് തിരിച്ചു പറയേണ്ടി വരും, നീതിമാന്മാരൊക്കെ അവിശ്വാസത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുക. അവിശ്വാസം കളയണം. അവിശ്വാസം ആരുടേത്? ശത്രുവായ സാത്താൻ്റെതാണ്. നാം രോഗിയായിരിക്കുമ്പോൾ ശത്രു എന്ന് പറയും, പിശാച് എന്ന് പറയും, ഹൃദയങ്ങളിൽ മന്ത്രിക്കും, നിനക്ക് സൗഖ്യം ആകത്തില്ല, നിനക്കിനി രക്ഷയില്ല, നിനക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ പിശാച് മന്ത്രിക്കും. ആ പിശാചിന്റെ മന്ത്രത്തിൽ നാം ആരും കുടുങ്ങി പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. ആ പിശാച് മന്ത്രിക്കുന്നതനുസരിച്ച് നാം വിശ്വസിച്ചാൽ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല.
നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയത്തില്ല. പല സന്ദർഭങ്ങളിലും പിശാച് ഇങ്ങനെ ഞങ്ങളുടെ അടുക്കലും വരാറുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ആ സമയത്തിലൊക്കെ ഒന്ന് പോരാടും, നന്നായിട്ട് പോരാടി പ്രാർത്ഥിച്ച് എന്ത് ചെയ്യുന്നറിയാമോ, ജയമെടുക്കാൻ ദൈവത്തിന്റെ കൃപ ചില സമയങ്ങൾക്ക് ആവശ്യക്കാരൊക്കെ തന്നുകൊണ്ടിരിക്കുക. ഞാനിവിടെ കൊട്ടാരക്കര വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കാലുകൾക്ക് വേദനയായി. എനിക്ക് താഴെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടായി. കാലും മുട്ടുനീര്, കാലിന് പാദനീര്, മൊത്തത്തിൽ നീരായി. കാലൊന്നും നടക്കാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് മനസ്സിലായി ഇത് പിശാചിന്റെ ഒരു പോരാട്ടമാണ്. പിന്നീട് ഞാൻ കസേരയിലിരിക്കാൻ തുടങ്ങി. ഞാൻ ഒരു ദിവസം സഭയിൽ പ്രസംഗിച്ച് എനിക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഈ ചില വിശ്വാസികളുടെ ഇരിപ്പുണ്ട്, അവർ കേട്ടൊരിപ്പുണ്ട്. ഞാൻ അതിനോട് പോരാടിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ദൈവം എന്നെ സഹായിച്ചു. കാലിലെ മുട്ടുവേദന മാറ്റി, ആ നീര് മാറ്റി തന്നു. കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഞങ്ങൾക്ക് ചില സമയങ്ങളിൽ പിശാചിനോട് ആ നല്ല രീതിയിൽ വെല്ലുവിളിച്ചൊക്കെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. സാത്താൻ നിന്റേതല്ലെന്ന് പറയും, ഞാൻ യേശുവിൻ്റെതാണെന്ന് പറയും, ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകനാണ്, എന്നെ കർത്താവ് ഇവിടെ അയച്ച് ശുശ്രൂഷയ്ക്കാണെന്ന് പറയും. അതുപോലെ നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവിൻ്റെ സൗഖ്യദായകനാണ്, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണ്, എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. കർത്താവ് സ്വർഗം സന്തോഷിക്കണം. സ്വർഗത്തിലെ ദൂതന്മാർ കുനിഞ്ഞു നോക്കിയിട്ട് കർത്താവ് പറയണം, ഞാൻ രക്തം കൊടുത്ത എൻ്റെ മകൻ, ഞാൻ രക്തം കൊടുത്ത എൻ്റെ മകൾ നഷ്ടമായി പോയിട്ടില്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി താൻ ജീവൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകരം അഭിഷേകത്തിന് പോലും പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്നത്തെ ചെറിയ തലമുറ, അല്ലെങ്കിൽ നമ്മുടെ ബാല്യകാലങ്ങൾ, ബാല്യജീവിതങ്ങൾ ഇന്ന് അഭിഷേകം പോലും പ്രാപിക്കുവാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്നു. മാതാപിതാക്കളും അതിനധികം ഉത്സാഹിപ്പിക്കാത്തൊരു കാലമാണ്. എത്ര ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ നീ അഭിഷേകം പ്രാപിക്കണമെന്ന് എത്ര മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ മാതാപിതാക്കളും ശുശ്രൂഷകരും ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, മോനെ അഭിഷേകം പ്രാപിക്കണം, മോനെ അഭിഷേകം പ്രാപിക്കണം, മോളെ അഭിഷേകം പ്രാപിക്കണം. ഇതിനു വേണ്ടി ശരിയായ രീതിയിൽ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, സ്വർഗത്തിൽ പോകാൻ, ദൈവരാജ്യത്തിൽ പോകാൻ അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് പലരും ഇരുന്ന് തുള്ളിച്ചാടി ആത്മാവിൽ നിറയുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായി, കർത്താവേ ഇതുപോലെ ഞങ്ങൾക്കൊന്ന് തുള്ളിച്ചാടണം, ഇതുപോലെ ഒരു അന്യഭാഷ പറയണം, ഇതൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ദൈവം ആ ചെറിയ പ്രായത്തിൽ ഏകദേശം ഒരു 13-14 വയസ്സ് പ്രായമുള്ള സമയത്ത് ദൈവം അഭിഷേകം ചെയ്തു. ആ അഭിഷേകം ഒരു അഗ്നി അഭിഷേകമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇരിക്കുന്ന സ്ഥലമൊക്കെ മറന്ന് പാവം കാലൊക്കെ മുറിഞ്ഞ്, ഇന്നത്തെ പോലെ ഉള്ള നല്ല സ്മൂത്തായിട്ടുള്ള പായൊന്നുമല്ല. അന്ന് പനയോലയുടെ പായായിരുന്നു. അത് ഇച്ചിരി ആരമൊക്കെ ഉള്ളതാണ്. കുറച്ചൊന്ന് ആത്മാവിൽ നിറഞ്ഞ് അങ്ങോട്ട് നീങ്ങി പോകുമ്പോൾ കാലിന് ഒരു കാത്തിരിപ്പോകും കഴിയുമ്പോൾ കാലിൽ പലയിടത്തും തോല് കാണത്തില്ല, പുറം തോല് കാണത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. അത് പോയി കഴിഞ്ഞിരിക്കും. ആ അവസ്ഥയിൽ അത്രയും ഒരു അനുഭവം ഉണ്ടായപ്പോലും കർത്താവിൽ മറന്ന് സന്തോഷിച്ച് ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ സന്തോഷിക്കുവാനിടയായി. എന്നാൽ എന്തുകൊണ്ടത് സാധിച്ചെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളെന്ന് പറയും, ശുശ്രൂഷകർ പറയുമായിരുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരുന്നു. ആവശ്യകത മനസ്സിലായി. ഇന്നത്തെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അഭിഷേകം പ്രാപിച്ചിട്ടില്ലേ, എത്രയും വേഗത്തിൽ അഭിഷേകം പ്രാപിക്കണം. കാരണം എന്താണെന്ന് അറിയാമോ? യേശു പറഞ്ഞൊരു വാക്കുണ്ട്, സത്യം സത്യമാണ്, അല്ലെങ്കിൽ ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ കഴിയത്തില്ല. അടുത്ത യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും സാധ്യമല്ല. പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചാൽ പോകാമെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് പാസ്റ്റർമാരുണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞില്ല, കുറച്ച് മദർമാരുണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ മക്കളെ സുവിശേഷ വേലയ്ക്ക് വിട്ടാൽ പോകാമെന്ന് പറഞ്ഞില്ല. പിന്നെ യേശു എന്താ പറഞ്ഞത്? ആർക്കും സാധ്യമല്ല. ഞാൻ പ്രാപിച്ചാൽ എനിക്ക് പോകാം, നിങ്ങൾ പ്രാപിച്ചാൽ നിങ്ങൾക്ക് പോകാം, കുഞ്ഞുങ്ങളെ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചാൽ നിങ്ങൾക്ക് കർത്താവിന്റെ വരവിൽ പോകാം. ഇല്ല എങ്കിൽ അങ്ങോട്ട് പ്രവേശനമില്ല എന്നുള്ളത് യേശു സത്യമായിട്ട് പറഞ്ഞൊരു വാസ്തവമാണ്. ആകയാൽ പ്രാപിച്ചിട്ടില്ലേ, അന്യഭാഷ അടയാളത്തോടുകൂടി അഭിഷേകം പ്രാപിച്ചിട്ടില്ലേ, അഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ ശക്തി പ്രാപിച്ച് ധൈര്യത്തോടെ നാം മുന്നേറുവാനിടയാകണം. അങ്ങനെ നമുക്ക് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുവാനിടയാകണം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ തന്റെ നിജപുത്രനായ പൗലോസിന് തീമോഥെയോസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് തന്നോട് 2-ാം ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നീ വിശ്വാസത്തിന് നല്ല പോർ നീ പൊരുതിക്കൊള്ളണം. വായിക്കാം. 6-ാം അധ്യായത്തിന്റെ ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. 12-ാമത്തെ വാക്യം 1 തീമോഥെയോസ്
1 തീമോഥെയോസ് 6:12 വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു. അതിനുവേണ്ടി നീ വിളിക്കപ്പെട്ടിരിക്കുക. എന്തിനു വേണ്ടി? നിത്യജീവനെ പിടിക്കുവാൻ, നിത്യജീവനെ അവകാശമാക്കുവാൻ, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുവാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി വിളിച്ചിരിക്കുന്നു. അടുത്ത, അതിനാൽ നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. അടുത്ത, നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും. 13-ാമത്തെ വാക്യത്തിൽ എന്ത് പറയുന്നു? ഈ കൽപ്പന ഞാൻ നിനക്ക് തരികയാണ്. എങ്ങനെയാണ് ഇത് പിടിച്ചുകൊള്ളേണ്ടത്? ഒന്നുകൂടെ വായിച്ചാട്ടെ 13-ാമത്തെ വാക്യം. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തു യേശുവിനെ സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഇവിടെ പറയുകയാണ്, സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെ സാക്ഷി നിർത്തി പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാരം പ്രാപിച്ച യേശു ക്രിസ്തുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുക. എന്തിനാ ആജ്ഞാപിച്ചത്? വിശ്വാസത്തിന് നല്ല പോർ അവസാനം വരെ നീ പൊരുതിക്കൊള്ളണം. പ്രിയ ദൈവമക്കളെ, നമ്മെക്കുറിച്ചുള്ള ആ ദൈവത്തിന്റെ ആഗ്രഹം, നാം വിശ്വസിച്ചു, കർത്താവ് നമ്മെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു, ദൈവം നമ്മെ രക്ഷിച്ചു, നാം ഇപ്പോൾ വിശ്വാസികളായി തീർന്നു, നാം വിശുദ്ധരായി കർത്താവ് നമ്മെ തീർത്തു. നാം ഇനി നമുക്കൊരു വിശ്വാസത്തിന്റെ പോർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താ? പോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നാം ഒരു യുദ്ധക്കളത്തിലാണ്. ഇതൊരു യുദ്ധക്കളമാണ്. നമ്മൾ അവിടെ ആരെ പോലെ നിൽക്കണം? ഒരു യോദ്ധാവിനെ പോലെ നിൽക്കുവാനിടയാകണം. ഇന്ന് പലപ്പോഴും പലരും ആ അനുഭവമൊക്കെ നഷ്ടപ്പെടുത്തി പോവുക. പേരുണ്ട്, ആരാണെന്നറിയാമോ? ഞാൻ ഒരിക്കൽ കോട്ടയത്ത് പാമ്പാടിയിൽ ശുശ്രൂഷ എന്ന സമയത്ത് അവിടെ ഒരു പ്രായമുള്ള ഒരു വയോധികനായ ഒരു മനുഷ്യൻ വന്നു. എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഫെയ്ത്തോമിൽ വിറകിറാൻ വേണ്ടി വന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു എക്സ് സർവീസ് മാനാന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ തുച്ഛമായിട്ട് ചെറിയൊരു പെൻഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചാൽ അതെന്താ, എല്ലാവർക്കും കിട്ടുന്ന അത്രയും കിട്ടത്തില്ല, എനിക്ക് കിട്ടത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കാർഗിൽ യുദ്ധത്തിന് ഞാൻ പോയിട്ട് അവിടെ വന്നപ്പോൾ യുദ്ധത്തിന്റെ ആ തോക്ക് എടുത്ത് എൻ്റെ നേരെ വെടിവെച്ചപ്പോൾ ഞാൻ തിരിഞ്ഞോടി. എൻ്റെ കാലിൽ പുറകില്ല വെടിയുണ്ട പതിച്ച്, കാലിൽ വെടിയുണ്ട പതിച്ചു. അതുകൊണ്ട് തനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല, പിന്നീട് തനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അന്നത്തോടെ അവർ വീട്ടിൽ പറഞ്ഞു വിട്ടു. എന്താണെന്നറിയാമോ? ഒരു യോദ്ധാവിന്റെ ശരീരത്തിൽ എവിടെയാണ് വെടിയുണ്ട കൊള്ളേണ്ടത്? എവിടെ കൊള്ളണം? മുൻവശത്തായി വെടിയുണ്ട തറയ്ക്കേണ്ടേ. അവർ നോക്കും. യുദ്ധകളത്തിൽ സൈന്യാധിപന്മാർ വന്നിട്ട് മുറിവേറ്റ് കിടക്കുന്നവർ നോക്കും, എവിടെയായും വെടിയുണ്ട പതിച്ചിരിക്കുന്നതെന്ന്. പുറകിലാണെങ്കിൽ ഇവനാരാ? പരാജയപ്പെട്ട് പേടിച്ചോടിയവനാ. അവൻ അവിടെ ആദരിക്കത്തില്ല. അതേസമയം മുന്നോട്ട് നിന്ന് അവൻ യുദ്ധം ചെയ്ത് ആ യുദ്ധക്കളത്തിൽ വീഴുകയാണെങ്കിൽ അവിടെ അവൻ ആരാണെന്നറിയാമോ? ഒരു വീരയോദ്ധാവാണ്. ആ വീരയോദ്ധാവിനെ ആദരിച്ച് പിന്നീട് ചിലപ്പോൾ മരിച്ചു പോയാലും കൂടെ. ഞാൻ ഓർക്കുന്നുണ്ട്, തൃപ്പൂണിത്തറയിൽ ഒരു മനുഷ്യൻ അങ്ങനെ പട്ടാളത്തിൽ വെച്ച് മരിച്ച് കൊണ്ടുവന്ന വരവൊക്കെ ഒന്ന് കാണുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ എയർപ്ലെയിനിൽ കൊണ്ടുവന്ന്, പിന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് അവർ തന്നെ ആരാ ചുമന്ന്? സൈന്യാധിപന്മാർ ചുമന്ന്, പട്ടാളക്കാർ തന്നെ ആ യൂണിഫോമിൽ ചുമന്ന് അവസാന പതാകയൊക്കെ വിരിച്ച് വളരെ ആദരവോടുകൂടെ വെടിയുതിർത്തിയെ ഭയങ്കര ആദരവായിട്ട് നടത്തി. ഇന്ന് തൃപ്പൂണിത്തറ ജംഗ്ഷനിൽ അദ്ദേഹത്തിന്റെ സ്റ്റാച്യു ഇരിപ്പുണ്ട്. കാരണം രാജ്യത്തിന് വേണ്ടി വീരനായി തീർന്ന ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. കാരണം അതുപോലെ പ്രിയമുള്ളവരെ, പുറകോട്ട് ഓടിയിട്ട് പക്ഷെ വെടിയുണ്ട കൊണ്ട് തന്റെ കാലിൽ അല്പം ക്ഷതം സംഭവിച്ചു. തനിക്ക് പഴയതുപോലെ നടക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ താൻ ആരാണ്? പറയുകയാണ്, ഞാൻ എക്സ് സർവീസ് മാനാണ്. പക്ഷേ ഇപ്പോൾ തനിക്ക് ആനുകൂല്യമൊന്നുമില്ല. ചെറിയൊരു ആനുകൂല്യം അല്പമായിട്ട് പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ആനുകൂല്യം അവർ കൊടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവർ, ഇതുപോലെയല്ലേ നാം പലപ്പോഴും ഞാൻ വിശ്വാസിയാന്ന് പറഞ്ഞു നിന്നിട്ട് വിശ്വാസമില്ലാതെ ദൈവത്തിന്റെ ചെറിയ ചെറിയ ആനുകൂല്യം വാങ്ങിക്കൊണ്ട് ജീവിക്കുകയല്ലേ? വഞ്ചിക്കപ്പെടരുത്. നാം ചെറിയ ആനുകൂല്യം വാങ്ങി ജീവിക്കേണ്ടവരല്ല. നാം യോദ്ധാക്കളായി നിന്ന് വീരയോദ്ധാക്കളായി തീർന്ന് ദൈവസന്നിധിയിൽ തേജസ്സോടെ നിൽക്കേണ്ടവരാണ്. ആ അനുഭവം പ്രാപിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇവിടെ യൂദായുടെ ലേഖനത്തിൽ പറയുന്നു,
വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അതൊരു വിലയേറിയ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് വേണ്ടി പോരാടി നമുക്ക് നല്ലൊരു അനുഭവം പ്രാപിക്കാം. പത്രോസ് അപ്പോസ്തലനും 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് തൻ ലേഖനം എഴുതുന്നതായി കാണുന്നു. വിളിക്കപ്പെട്ട് വായിക്കണം. 2-ാം ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച വിശ്വാസം ഏതാണ്? വിലയേറിയ വിശ്വാസം. അവർക്ക് ലഭിച്ച വിശ്വാസം ഏത്? അതിപരിശുദ്ധമായ വിശ്വാസം. അതേ അനുഭവം പ്രാപിച്ച നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതുന്നു എന്ന് പറഞ്ഞ് ലേഖനം ആരംഭിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരു വിലയേറിയ വിശ്വാസം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം സകലത്തെയും ഒഴിവാക്കിയ ദൈവമാണ്. നമ്മുടെ ദൈവം ഇന്ന് നമ്മെ ആയുസ്സോടെ വച്ചിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ഇന്ന് ശക്തനായ ദൈവമാണ്. ഈ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതേ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ തന്നു. ആ കർത്താവ് ലോകത്തിൽ ഇരുന്നപ്പോൾ പാപികൾക്ക് രക്ഷ നൽകുവാൻ തക്കവണ്ണം സത്യസുവിശേഷത്തെ, ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ വിളിച്ചു പറഞ്ഞു. അനേകർ പാപത്തിൽ രക്ഷ പ്രാപിച്ചു. അതേപോലെ തന്നെ രോഗികൾ തന്റെ അടുക്കൽ വന്നു. ഏത് രോഗികളെ അവൻ സൗഖ്യമാക്കി. യേശു പറഞ്ഞില്ല ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ മനുഷ്യർ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട്. യേശു അയച്ച ശിഷ്യന്മാർ എവിടേക്ക് പോയി? പലയിടത്തും പോയി. അവർ പോയി പലരും പല ഭൂതങ്ങൾ ബാധിച്ചവരെയും രോഗികളെയൊക്കെ സൗഖ്യമാക്കാൻ തുടങ്ങി. പലരും സൗഖ്യമായി. ഭൂതങ്ങളൊക്കെ എന്ത് ചെയ്തു? വിട്ടുപോടി. പക്ഷേ ഒരു രോഗം ബാധിച്ച ഒരു ബാല്യക്കാരൻ എന്ത് ചെയ്തു? ചുഴലി രോഗം ബാധിച്ച ഒരു ബാല്യക്കാരൻ സൗഖ്യമായില്ല. ഇവരെത്ര നോക്കിയിട്ടും പണി പറ്റിയില്ല. അവസാനം ഇവരെന്ത് ചെയ്യുന്നറിയാമോ? യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ശരിയായില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് യേശു എന്ത് ചെയ്തു? അവന്റെ പിശാചിനെ ശാസിച്ചു. പിന്നീട് ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല? അപ്പൊ പറഞ്ഞത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നീങ്ങി പോകത്തില്ല. ചിലത് നന്നായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചാലേ ചിലത് പോകത്തുള്ളൂ. ചിലത് തൽക്ഷണത്തിലൊക്കെ പോകും. ദൈവത്തിന് സ്തോത്രം. കാരണം യേശുവിനതെല്ലാം, യേശു ആരാണ്? ദൈവപുത്രനാ. യേശുവിന്റെ ശക്തിക്ക് മുകളിൽ ഒരു ശക്തിയില്ല. യേശുവിന്റെ ശക്തിക്ക് താഴെയുള്ള സകല ശക്തികൾ. ആ ശക്തി പ്രാപിച്ചവരായ ദൈവമക്കളെ, നമുക്ക് വിശ്വാസത്തിൽ ഉറച്ച് കർത്താവിൽ വിശ്വസിക്കുക. നമ്മുടെ ഏത് പ്രതികൂലമാകട്ടെ, ഏത് പ്രതിസന്ധികളാകട്ടെ, നമ്മെ സഹായിപ്പാൻ ശക്തനായ ഒരു ദൈവം നമുക്ക് ഉണ്ട്. ആ ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. ഈ ദൈവത്തെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാം. ദൈവം ഇസ്രായേലിനോട് പറയുന്നു, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ നീ ആരാധിക്കണം. പൂർണ്ണ മനസ്സോടെ നീ ആരാധിക്കണം. പൂർണ്ണ മനസ്സോടെ നീ വിശ്വസിക്കണം. അങ്ങനെ ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെ അവരുടെ മരുഭൂ പ്രയാണത്തിൽ ഉണ്ടായില്ല. ഈ ദൈവത്തിന്റെ ജനം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആകയാൽ നമുക്കും അനുഗ്രഹിക്കപ്പെടാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രയും വേഗത്തിൽ വരും. നമുക്ക് വിശ്വാസത്തിന് അന്തമായ ഒരു ആത്മരക്ഷ എത്രയും വേഗത്തിൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ആത്മരക്ഷ നാം പ്രാപിക്കാൻ പോകുന്നവരാ. അതിനുവേണ്ടിയാണ് നമ്മുടെ ഓട്ടം. അതിനുവേണ്ടിയാണ് ഈ കൺവെൻഷൻ. മനസ്സിലായോ? എന്തിനു വേണ്ടിയാ കൺവെൻഷൻ നടത്തുന്നത്? ഈ പണച്ചെലവൊക്കെ എന്തിനാ? ഇതിങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ എന്ന് പ്രസംഗിക്കുന്നതൊക്കെ എന്തിനാ? നമ്മൾ ഒരു കൂട്ടം ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കി ദൈവസന്നിധി ചെന്ന് ചേരണം. ആരൊക്കെ ചേരണം? ഞങ്ങൾ ചേരണം. ഞങ്ങളുടെ ഒപ്പം നിങ്ങളും വരണം. നമ്മുടെ ആത്മാവ് വിലപ്പെട്ടതാണ്. അതിനുവേണ്ടി ഈ ലോകത്തിൽ കുറച്ച് നേടിയെടുക്കുക എന്നുള്ളതല്ല, ഒരു വീട് കിട്ടുക എന്നുള്ളതല്ല, ഒരു വലിയ ഉദ്യോഗം കിട്ടുക എന്നുള്ളതല്ല, ലോകത്തിൽ കുറച്ച് സമ്പാദ്യം കിട്ടുന്നതല്ല വലിയ കാര്യം. പിന്നെയോ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കരുതുന്നവരാണ് ഭാഗ്യവാന്മാർ. ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം അതാത് സമയങ്ങൾ തന്നുകൊണ്ടിരിക്കും. തന്നില്ലേ? ഒരു കാലത്ത് നാം നോക്കിയാൽ നമ്മുടെ വീടുകൾ ദരിദ്ര കുടുംബങ്ങളായിരുന്നു. ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനപ്പുറം ഒരു ആഹാരമില്ലാത്തവരായി. നമ്മുടെ സഭകൾ നോക്കിയാൽ അങ്ങനെയല്ലേ? സഭകളും അങ്ങനെയായിരുന്നു. വിശ്വാസികളെ ദൈവം അനുഗ്രഹിച്ചു. നമ്മുടെ സഭകളും അനുഗ്രഹിക്കപ്പെട്ടു. അന്ന് മനോഹരമായ ആരാധനാലയങ്ങളില്ലായിരുന്നു. ഇന്ന് വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ തൽഫലമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല ആരാധനാ സ്ഥലങ്ങൾ, നല്ല വിശ്വാസ ഭവനങ്ങൾ ദൈവം ഞങ്ങൾക്കും തന്നു. ഞങ്ങളെപ്പോലെ ശുശ്രൂഷകർ ചില വർഷങ്ങൾക്ക് പുറകിലോട്ട് നോക്കിയാൽ അവർക്ക് നല്ല വീടുകളില്ലായിരുന്നു. കയറി ആരാധിക്കുവാൻ നല്ല ആരാധന സ്ഥലങ്ങളില്ലായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം നമ്മെ ഈ വിധത്തിലെല്ലാം അനുഗ്രഹിച്ചു. എന്നാൽ ഇതുകൊണ്ട് നാം തൃപ്തിപ്പെടുകയല്ല. നമുക്ക് വേണ്ടി ഒരു ദൈവരാജ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ലഭിക്കുന്നതെല്ലാം നശ്വരമാണ്, മായയാണ്. ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും? മായയായിട്ട് തീരും. ശലോമോൻ പറയുന്നു,
തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചത് എല്ലാം താൻ കണ്ണിന് തൃപ്തിയാകുമെന്ന് അനുഭവിച്ചിട്ട് പറയുന്നു, മായ സകലതും മായ. എന്നാൽ തന്റെ ആത്മാവിനെ നേടുവാൻ തനിക്ക് കഴിഞ്ഞില്ല. ഇതുപോലെ ഇന്ന് അനേകർ ജീവിക്കുന്നുണ്ടോ? ഇന്ന് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവരിലോ ആരെങ്കിലും അനുഭവത്തിൽ ജീവിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ കർത്താവിൽ നന്മകളെ പ്രാപിച്ചിട്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദർശനമില്ലാത്തവരായി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ യഥാസ്ഥാനത്ത് തന്നെ ദിവസമായി തീരട്ടെ. ആ ഇളയപുത്രൻ മടങ്ങി വന്നതുപോലെ നമുക്കൊന്ന് മടങ്ങി വരാം. കർത്താവേ, എനിക്കെന്നെ പ്രത്യാശ വർദ്ധിപ്പിച്ചു തരണം. എന്റെ രക്ഷാനായകന്റെ അടുക്കല്, എന്നെ വീണ്ടെടുപ്പുകാരന്റെ കർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ വരുവാൻ തക്കവണ്ണം എന്നെ വീണ്ടെടുത്ത കർത്താവിന്റെ, എന്റെ ദൈവത്തെ, എന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുക്കല് ഞാൻ ഇരിക്കേണ്ടതിന്, അവിടെ വസിക്കേണ്ടതിന് ഞാൻ യോഗ്യനായി തീരുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, മുഴങ്കാലുകളെ മടക്കി നമുക്ക് ഒരു നിമിഷം നമ്മുടെ അവസ്ഥകളെ ഒന്ന് ഓർക്കാം. നാം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ, നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ. പിശാച് നമ്മെ മന്ത്രിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുന്നുണ്ടോ? പിശാചിന് ഇടം കൊടുക്കാതെ സാത്താനോട് എതിർത്ത് നിന്നാട്ടെ. സാത്താനോട് എതിർത്ത് നിന്നുകൊണ്ട് നമുക്കൊന്ന് ജയമെടുക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കും? ഇന്ന് പകൽക്കാലം ഈ സമയം, ഈ പൊതുയോഗത്തിന്റെ, ഈ യോഗത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഒരു ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ നാം നമ്മെ തന്നെ താഴ്ത്തി വിശുദ്ധന്മാർക്ക് നൽകിയതായ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ തക്കതായ ഒരു അഭിഷേകത്തെ പ്രാപിച്ചിട്ട് നാം കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കണ്ണുകളെ അടച്ച് മുഴങ്കാലുകളെ മടക്കി നാവുകളെ തുറന്നാട്ടെ. പായിലിരിക്കുന്നവർ മുഴങ്കാൽ മടക്കിക്കാട്ടെ. കസേരകളിലിരിക്കുന്നവർ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ നാവുകളൊന്ന് തുറന്നാട്ടെ, കണ്ണുകളൊന്ന് അടച്ചാട്ടെ, നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് പറഞ്ഞാട്ടെ. ഇപ്പോൾ മൗനമായിരിക്കരുത്. ഒരല്പം ചില മിനിറ്റ് നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാൻ തരികയാണ്. ഈ സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നെങ്കിൽ അദൃശ്യനായ കർത്താവിന്റെ കരം നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. കർത്താവിന്റെ കരം നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ തൊടുവാൻ പോവുകയാണ്. നിങ്ങളുടെ ശരീരത്തെ തൊടുവാൻ പോവുകയാണ്. സൗഖ്യമാക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ അധൈര്യങ്ങളെ മാറ്റി തരുവാൻ പോവുകയാണ്. അവിശ്വാസങ്ങളെ മാറ്റി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കുവേ. സാത്താൻ തോറ്റുപോകട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന് വിരോധമായി, നിങ്ങളുടെ ജീവിതത്തിന് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാത്താന്റെ കോട്ടകൾ തകർന്നടിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ജനം ദൈവത്തിന് മഹത്വം കൊടുത്ത, നമുക്ക് വേണ്ടി ജീവനെ വിലയേർപ്പിച്ച കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുമേ. അധരങ്ങൾ എല്ലാം തുറക്കപ്പെടട്ടെ. ദൈവസന്നിധിയിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു പുതിയ ശക്തിയുമായി, ഒരു പുതിയ കൃപയായി ഇതാ യേശു നമ്മുടെ മധ്യേ നിൽക്കുന്നുണ്ട്. നമ്മെ ജീവിപ്പിക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് എന്താണ് ഉദ്ദേശിച്ചത്, നമ്മെ രക്ഷിച്ചത്, ആ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരുന്നതിന് വിശ്വസ്തനായ കർത്താവ് നമ്മുടെ മധ്യേ നിൽക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും ചിലരിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാനുണ്ട്. എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ, എല്ലാ മനസ്സുകളും തുറക്കപ്പെടട്ടെ, എല്ലാ നാവുകളും തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവ ഇഷ്ടത്തിനായി സമർപ്പിക്കുവേ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റപ്പെടുവാനിടയാകട്ടെ. നാം ദൈവത്തിന്റെ മഹത്വമുള്ള സാക്ഷികളായി ലോകത്തിൽ ദൈവം തരുന്ന ആയുസ്സിൻ നാളുകളൊക്കെ ജീവിക്കുവാനുള്ള കൃപയെ പ്രാപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി ഒരു സ്ഥലമൊരുക്കി. അവൻ വരുമ്പോൾ ആ സ്ഥലം നമുക്ക് അവകാശമാക്കുവാൻ തക്കവണ്ണം നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ടിരിക്കവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന് അന്തമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി കാത്തുകൊള്ളുക. ലോകത്തെ ജയിച്ച ജയവീരനേശുവിൻ വൻകൃപയാൽ നീ ലോകത്തെ ജയിക്കുക. ലോകത്തെ ജയിച്ച ജയവീരനേശുവിൻ വൻകൃപയാൽ നീ ലോകത്തെ ജയിക്കുക. വിശ്വസത്തിനന്തമായ രക്ഷ പ്രാപിപ്പാൻ എല്ലാവരും ചേർന്ന് പാടുക. ആത്മശക്തി തന്നിൽ എന്നെ കാത്തുകൊള്ളുക. ലോകത്തെ ജയിച്ച ജയവീരനേശുവേ വൻകൃപയാൽ നീ ലോകത്തെ ജയിക്കുക.
ലോകത്തെ ജയിച്ച ജയവീരനേശുവേ, വൻകൃപയാൽ നീ ലോകത്തെ ജയിക്കുക. വിശ്വാസത്തിൽ അന്ധമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി തന്നെ നിന്നെ കാത്തുകൊള്ളുക. വിശ്വാസത്തിൽ അന്ധമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി തന്നെ നിന്നെ കാത്തുകൊള്ളുക. ലോകത്തെ ജയിച്ച ജയവീരനേശുവേ, വൻകൃപയാൽ നീ ലോകത്തെ ജയിക്കുക. 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 സമാര്യ ബാലക ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസത്തിന് അന്തമായ ഒരാത്മരക്ഷ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നാം ഇന്ന് രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ വിശ്വാസത്തിന് അന്തമായ രക്ഷയുണ്ട്. നമ്മുടെ കർത്താവ് അൽഫയും ഒമേഗയുമായി ആദിയും അന്തവുമില്ലാത്തവനായി ഇതാ ജീവിക്കുന്ന കർത്താവായി നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. ജീവൻ പ്രാപിച്ച് കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നമുക്കിപ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ചിലപ്പോൾ അസാധ്യമെന്ന് തോന്നിയേക്കാം, എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർത്ത് തന്ന് നമ്മെ വഴി നടത്തുവാൻ ശക്തനായവൻ നമ്മുടെ കരത്തെ പിടിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ അവന്റെ ആത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ ശക്തിയാൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ കഴിയും. വിശ്വാസത്തിൽ ഉറച്ച ധൈര്യത്തോടു കൂടെ നമുക്ക് മുന്നേറി പോകാം. നമ്മുടെ യേശു മാറാത്ത കർത്താവ്, യേശു ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ധൈര്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കൽ കൂടെ പാട്ടിന്റെ ഈരടികൾ ചേർന്ന് പാടാൻ പോവുക. നിങ്ങൾ വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ പാടി, കരങ്ങളടിച്ച് പാടി ആ ദൈവത്തിന്റെ കൃപയെ നമുക്ക് പ്രാപിക്കാം. ഒരു പുതിയ അഭിഷേകത്തെ പ്രാപിക്കാം. ഒരു ശക്തിയോടെ നല്ല ധൈര്യത്തോടെ നമുക്ക് കടന്നു പോകാം. നല്ലൊരു യോദ്ധാവിനെ പോലെ നമുക്ക് ഭവനങ്ങളിലേക്ക് കടന്നു പോകുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിനന്തമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി തന്നെ നിന്നെ കാത്തുകൊള്ളുക. വിശ്വാസത്തിനന്തമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി തന്നെ നിന്നെ കാത്തുകൊള്ളുക. ലോകത്തെ ജയിച്ച ജയവീരനേശുവേ, വൻകൃപയാൽ നീ ലോകത്തെ ജയിക്കുക. ലോകത്തെ ജയിച്ച ജയവീരനേശുവേ, വൻകൃപയാൽ നീ ലോകത്തെ ജയിക്കുക. വിശ്വാസത്തിൽ അന്തമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി തന്നെ നിന്നെ കാത്തുകൊള്ളുക. വിശ്വാസത്തിൽ അന്തമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി തന്നെ നിന്നെ കാത്തുകൊള്ളുക. ലോകത്തെ ജയിച്ച ജയവീരനേശുവേ, വൻകൃപയാൽ നീ ലോകത്തെ ജയിക്കുക. 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 ലോകത്തെ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.